ഈ മാസത്തിന്റെ പ്രത്യേകതയല്ലേ പരിശുദ്ധമായ അറഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് ഇതേതാണ് സ്വഹാബിമാരെ, മാസം ഏതാണ്? അവരെല്ലാവരും പുതിയ മാസത്തിന്റെ പേര് പറയുമോ എന്ന് കരുതിയിട്ട് മൗനം പാലിച്ചു. തങ്ങൾ ചോദിച്ചു, അലൈസ ദുൽഹിജ്ജ, ഇത് ദുൽഹിജ്ജ മാസമല്ലേ? അതേ നബിയെ, ദുൽഹിജ്ജ മാസമാണ്. ഇതേതാണ് ദിവസം? എല്ലാവർക്കും അറിയാതെ അറഫാ ദിവസമാണ്. പക്ഷെ തങ്ങൾ വേറെന്തെങ്കിലും പേര് പറയുമോ എന്ന് കരുതിയിട്ട് അവര് പറഞ്ഞു അല്ലാഹു റസൂലുഹു അഅലം. അത് അവരുടെ സൂക്ഷ്മതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇത് അറഫാ ദിവസമല്ലേ? അറഫാ ദിവസമാണ്. ഇതേതാണ് നാട്? ബലദുൽ ഹറാമല്ലേ? ഹറാമായ നാടല്ലേ? പവിത്രതയുള്ള ഹറമിന്റെ ബഹുമാനമുള്ള നാടല്ലേ ഇത്? അതെ. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഈ രാജ്യത്തിന്റെ ബഹുമാനം പോലെ, ഈ മാസത്തിന്റെ ബഹുമാനം പോലെ, ഈ ദിവസത്തിന്റെ ബഹുമാനം പോലെ ഒക്കെ വേറിട്ടതാണ്. ആ നാടിന് വേറൊരു ബഹുമാനാണ്, ഈ മാസത്തിന് വേറൊരു ബഹുമാനമാണ്. അടുത്ത മാസം ഇല്ലാത്ത ബഹുമാനമുള്ള മാസമാണ്. ഈ ദിവസത്തിന് വർഷത്തിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ള ദിവസമാണ്. ഇതൊക്കെ പരിഗണിച്ച് ബഹുമാനിക്കുന്നത് പോലെ ഈ മാസത്തിന്റെയും ദിവസത്തിന്റെയും നാടിന്റെയും ബഹുമാനം പോലെ അതേ ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ മേൽ പവിത്രമാണ്. ദിമാഉക്കും വഅംവാലുക്കും വഅറാദുക്കും, നിങ്ങൾക്ക് ഇടയിലുള്ള ആളുകളുടെ രക്തങ്ങൾ, നിങ്ങൾക്കിടയിലുള്ള ആളുകളുടെ അഭിമാനങ്ങൾ, നിങ്ങൾക്കിടയിലുള്ള ആളുകൾക്കിടയിലുള്ള സമ്പത്തുകൾ, അതിനൊക്കെ അർഹമാം വിധത്തിലുള്ള ബഹുമാനം കൽപ്പിക്കണം. ഓരോന്നിന്റേതായ ബഹുമാനം കൽപ്പിക്കണം. മുസ്ലിങ്ങൾക്ക് ഇടയിലുള്ള ബഹുമാനവും മനുഷ്യർക്കിടയിലുള്ള ബഹുമാനവും രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലുണ്ട്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, 4 മാസത്തെ അല്ലാഹു സംവിധാനിച്ചത് നോക്ക്, ഒരുപോലെയല്ലല്ലോ. വർഷത്തിന്റെ തുടക്കത്തിൽ ഒരു മാസം വെച്ചതാണ് മുഹറം. ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ റജബ് മാസം വന്നു. മുഹറം ശരിക്കും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ബഹുമാനത്തോടെ നടക്കുന്ന ആളുകൾക്ക് ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ അതിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുകയാണ്. പിന്നെയും ചില്ലറ തകരാറുകൾ വരാമല്ലോ. ഒന്നുകൂടി വൃത്തിയാകാൻ, ശുദ്ധിയാകാൻ റജബ് മാസം വന്നു. റജബും നന്നായി ശ്രദ്ധിച്ച് പരിപാലിക്കുന്ന മനുഷ്യന് വർഷത്തിന്റെ ഒടുക്കത്തിൽ അല്ലാഹു 2 മാസം വെച്ചു. ദുൽഖഅദ മാസവും ദുൽഹിജ്ജ മാസവും. ഈ 4 മാസം ബഹുമാനിക്കുമ്പോ, 4 മാസം പരിഗണിക്കുമ്പോ, ഈ 4 മാസത്തെയും പ്രത്യേക ബഹുമാനം നമ്മുടെ ഖൽബിൽ വരുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊരു ബഹുമാനം തരും. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുമ്പോ തരുന്ന ബഹുമാനം എന്താണെന്നറിയോ? തഖ്വ എന്ന് പറയുന്ന ഒരു ബഹുമാനമില്ലേ? അത് റബ്ബ് തആല നമുക്ക് ചെയ്ത വാഗ്ദാനമാണ്. വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു തആല ബഹുമാനിച്ച സ്ഥലങ്ങൾ, സമയങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ എല്ലാറ്റിനെയും ബഹുമാനിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഈമാനുണ്ട്, തഖ്വയുണ്ട് എന്നതിന്റെ വലിയൊരു തെളിവാണ് ആ ബഹുമാനം. ബഹുമാനല്ലേ എന്നാ ഓന്റെ മനസ്സിൽ തഖ്വല്ല ബഹുമാനാണ്. തഖ്വയുടെ ഏറ്റവും വലിയൊരു അടയാളമാണ് തഅദീം. അതാണ് ഇന്ന് ആളുകൾക്കിടയിൽ പറ്റേ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് സഹോദരങ്ങളെ തഅദീം. മുസ്ലിങ്ങൾക്കിടയിൽ തഅദീം ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് തഖ്വയും ഈമാനും ഇങ്ങനെ അങ്ങനെ കുറയുമ്പോ പിന്നെ എന്തുണ്ടാകും? പിന്നെ പേരിലുള്ള ഒരു മുസ്ലിം മാത്രം ബാക്കിയാകും. വോൾട്ടേജ് ഉണ്ടാകൂല, കഴമ്പുണ്ടാകൂല, വേഷം ഉണ്ടാകും. അതേ രൂപത്തിൽ തന്നെ പേരുണ്ടാകും, ഐഡന്റിറ്റി ഒക്കെ ഉണ്ടാകും. ബാപ്പാന്റെ പേരും ഉമ്മാന്റെ പേരും വല്യപ്പാന്റെ പേരൊക്കെ ഉണ്ടാകും. പക്ഷേ കഴമ്പുണ്ടാകൂല. കഴമ്പുണ്ടാകണമെങ്കിൽ തഅദീമിനാണ് വലിയ സ്ഥാനം, ബഹുമാനത്തിനാണ്. ബഹുമാനത്തിന്റെ ഒരു ചെറിയ കുറവ് കണ്ടാൽ അപ്പോഴേക്ക് മഹാന്മാരത് ഉണർത്തും. ബഹുമാനത്തിന് കുറവുണ്ടാകാൻ പാടില്ല. അപ്പോഴേക്കത് നിങ്ങൾ നോക്ക്, നിയമത്തിന് എതിരായിട്ടും ബഹുമാനം ചിലപ്പോ പരിഗണിക്കും.
വലിയൊരു പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ലോകത്ത് അറിയപ്പെട്ട വലിയൊരു മഹാനാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ്. അവരുടെ ഉസ്താദാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. പൊന്നാനി പള്ളി നിർമ്മിച്ച ശേഷം ആ പള്ളിയിൽ ദർസ് തുടങ്ങിക്കൊടുക്കാൻ വേണ്ടി നമ്മുടെ മലബാറിൽ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു. അന്ന് പിന്നെ കപ്പൽ മാർഗാണല്ലോ യാത്ര. വിമാന സംവിധാനങ്ങളൊന്നും അന്ന് ഇല്ലല്ലോ. ആ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രസിദ്ധമായ ഗ്രന്ഥമായ തുഹ്ഫയിൽ മസ്അല എഴുതി. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ എങ്ങനെയാണ് ഇമാം ഇരിക്കേണ്ടത്? വലതുഭാഗം മാമൂമിങ്ങളിലേക്കും ഇടത്തെ ഭാഗം ഖിബിലയിലേക്കും ആക്കിയിരിക്കണം. അല്ലേ? മഹാനവർകൾ എഴുതി വലൗഫി മസ്ജിദിൽ മദീന, മദീന പള്ളിയിൽ ആണെങ്കിലും നിയമം അങ്ങനെയാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയപ്പോ അവിടെയുള്ള ഇമാമുകളൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഇമാമത്ത് നിൽക്കണം, ഇന്ന് നിങ്ങൾ ഇമാമായി ഞങ്ങൾക്ക് നേതൃത്വം നൽകണം. ആ വലിയ പണ്ഡിതനെ ഇമാമാക്കി നിർത്തിയപ്പോൾ മസ്അല എഴുതി വെച്ചത് നിസ്കാരം കഴിഞ്ഞിട്ട് വലത്തെ ഭാഗം മുഅ്മിനീങ്ങളിലേക്കും ഇടത്തെ ഭാഗം ഖിബിലയിലേക്കും ഇടത്തെ ഭാഗം തിരിച്ചിരിക്കണമെന്നല്ലേ? അങ്ങനെ മദീന പള്ളിയിൽ ഇരിക്കുമ്പോ ബാക്ക് ഷീറ്റിന്റെ ഭാഗം വരുന്നത് പരിശുദ്ധമായ ഹിജ്റത്തു ശരീഫിലേക്കാണ്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ഒരൊറ്റ കറക്കം കറങ്ങിയിട്ട് വലത്തെ ഭാഗം ഖിബിലയിലേക്കും ഇടത്തെ ഭാഗം മുഅ്മിനീങ്ങളിലേക്കുമാക്കി നമ്മളെ പള്ളിയിൽ നിന്ന് ഇമാമുകൾ തിരിഞ്ഞിരിക്കുന്നതിന്റെ നേരെ എതിർ സൈഡിൽ ഇരുന്നു പോയി. എന്തേ കാരണം? നിയമത്തെക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് അദബിനാണ്, ബഹുമാനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ ബഹുമാനത്തിൽ ഒരു ചെറിയ കുറവ് വന്നാൽ ഇമാമുകൾ അത് തിരുത്തിയിട്ടുണ്ട്, പാഠം പഠിപ്പിച്ചിട്ടുണ്ട്, രാജാക്കന്മാരെ വരെ ഉണർത്തിയിട്ടുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ മദീന മുനവ്വറയിൽ എത്തുന്ന നമുക്ക് ഏറ്റവും അധികം വേണ്ടത് തഅ്ളീമാണ്. മക്കത്തുൽ മുക്കറമയിൽ എത്തുന്ന നമുക്ക് ഏറ്റവും അധികം വേണ്ടത് തഅ്ളീമാണ്. മസ്ജിദുൽ അഖ്സയിൽ എത്തുന്ന നമുക്ക് വേണ്ടത് തഅ്ളീമാണ്. ആ പള്ളിയിൽ എത്തുന്ന നമുക്ക് വേണ്ടത് തഅ്ളീമാണ്. എന്തെങ്കിലും ഒരു ബഹുമാനം കുറഞ്ഞു പോയാൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും. സഹോദരിമാരോട് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, ഇവിടുന്ന് ഉംറക്ക് എന്ന് പറഞ്ഞു പോകും നമ്മളെ ഉമ്മമാരൊക്കെ എത്ര വാത് പറഞ്ഞു കൊടുത്താലും കേൾക്കാത്തൊരു വിഷയം. അവർക്ക് സിയാറത്തിന് പ്രത്യേകം സമയമൊക്കെ ഉണ്ടാക്കി സമയമൊക്കെ കിട്ടി. ഇപ്പൊ അങ്ങനെയാണല്ലോ, സമയം പ്രത്യേകം തെരഞ്ഞു കൊടുക്കുകയാണ്. നേരത്തെ പോലെ ഓരോ സമയമല്ല, ഇപ്പൊ ഓരോന്നിന് ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്ത് സമയം കിട്ടണം. അങ്ങനെ സമയം കിട്ടിയിട്ട് ഇവർ കൂഴം വന്നതിന്റെ ഉള്ളിൽ കയറിയാൽ ഏതോ നാട്ടുകാരുണ്ടാവും, ഒച്ചപ്പാടുണ്ടാക്കി ആർത്ത് വിളിച്ച് കരഞ്ഞ് ആൾക്കാരുണ്ട്. അത് കണ്ടിട്ട് നാട്ടിൽ ആൾക്കാർ എന്ത് ചെയ്യും? ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. ഉറക്കനെ കരയാൻ തുടങ്ങും. പാടില്ല. അവിടെ ശബ്ദം വളരെ പതുക്കെയാക്കി സംസാരിക്കേണ്ട സ്ഥലമാണ്. ആ മദീന പള്ളിയിൽ നീണ്ട വർഷം ദർസ് നടത്തിയ വലിയ മഹാനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ദർസ് നടത്തുമ്പോ രാജ്യം ഭരിച്ചിരുന്ന വലിയ ഭരണാധികാരിയായ അബൂ ജാഫർ എന്ന് പറയുന്ന ഭരണാധികാരി മദീന പള്ളിയിൽ വന്നു. സിയാറത്തിൽ വന്നപ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്ന് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ശബ്ദം കുറച്ച് പൊങ്ങിപ്പോയി. അപ്പൊ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എവിടെ വെച്ചാണ് ഒച്ച ഉയർത്തുന്നത് എന്നറിയോ? ആരോട്? രാജാവിനോട്. അതെല്ലാവർക്കും പഠിപ്പിക്കണം. അതബിലി എല്ലാവരും സമല്ലേ? എവിടെ വെച്ചാ നിങ്ങൾ ശബ്ദം ഉയർത്തുന്നത് ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു. ഇവിടെ വെച്ച് ഇങ്ങനെ ശബ്ദിച്ചാൽ രാജാവേ, നിങ്ങളെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. നന്നായി ശ്രദ്ധിക്കണം. എന്ത് മസല ചോദിക്കാൻ വേണ്ടി വന്നാലും പതുക്കെ ചോദിക്കാവൂ. ശബ്ദം ഉയർത്തി ഇവിടെ സംസാരിക്കരുത്. നമ്മളെ ആൾക്കാർക്ക് ബഹുമാനം എന്ന് പറഞ്ഞ സംഗതി തീരെ ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ചില ആൾക്കാരൊക്കെ കൈകാര്യം ചെയ്യാൻ തോന്നും. പിന്നെ നമ്മളെ നാടല്ലാത്തതുകൊണ്ട് സുബ്ര ഇത് പോകലാണ്.
സഹോദരന്മാരെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ വീട്ടിന്റെ മുൻഭാഗത്ത് അവിടെ വരാന്തയിലോ ഡൈനിങ് ഹാളിലോ ബാപ്പയോ ഉമ്മയോ ഇരിക്കുമ്പോ അവരെ മുന്നിൽ കൂടെ ആ ചെരുപ്പ് മുറിച്ചിങ്ങനെ പോവും. ആ ചെരുപ്പ് അപ്പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ തന്നെ എന്റെ വേക്കുഭാഗത്തൂടെ കൊണ്ടുപോയി അല്ലേ, ഉൾഭാഗത്തിലൂടെ കൊണ്ടുപോകും. പ്രത്യേകിച്ച് അവിടെ വാപ്പയും ഇരിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകും. ഇത് ഈ ഒരു കാൽക്കാശിന്റെ ചെരുപ്പും താങ്ങിയിട്ട് അങ്ങനെ ഇവിടെ ഹുജറത്തു ഷരീഫയുടെ മുന്നിൽ നഊദു ബില്ലാഹി മിൻ ദാലിക് ഏറ്റവും മോശപ്പെട്ട ഏർപ്പാട്. ദിനാപ്പോ 80,000 90,000 കൊടുത്ത് നമുക്ക് പോയത് ഈ സിയാറത്തിന്. ഈ ചെരുപ്പും താങ്ങിയിട്ട് ഹുജറത്തു ഷരീഫയുടെ മുന്നിൽ എന്റെ കാലിനെങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഖുഫ വാങ്ങി ധരിച്ചാ പോരെ. അത് ധരിച്ച് പള്ളിനുള്ളിൽ കൂടെ കയറാലോ. ഖുഫ വാങ്ങി ധരിച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ധരിച്ച് അങ്ങനെ കയറാലോ, നിസ്കരിക്കാലോ. ഇത് ഈ നിലത്ത് ചവിട്ടുന്ന ചെരുപ്പും പിടിച്ചിട്ട് നമ്മളെങ്ങനെ അതിന്റെ മുന്നിലൂടെ പോകുന്നത്. പിന്നെ ആ ചെരുപ്പുകൊണ്ട് പുറത്തു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇടുന്ന ഒരു സൗണ്ട്, അത് കേൾക്കുമ്പോ ഹൃദയം പൊട്ടിപ്പോ. സലാം പറഞ്ഞിങ്ങോട്ട് ഇറങ്ങുന്നിടത്തന്നെ 1 മീറ്റർ ഇപ്പുറത്തൊന്നല്ല, തൊട്ടിപ്പുറത്ത് ആ ചെരുപ്പം കിടുന്ന ശബ്ദം കേട്ടുപോയാൽ അവിടുത്തെ ഇമാമിങ്ങളത് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടോ അവരൊക്കെ പറയുന്നുണ്ട്. നമുക്ക് തോന്നാണ് പറയുന്നില്ല. റമദാനിൽ ഒരിക്കൽ അവിടെ എത്തിയപ്പോ ഇന്നത്തെ ഹറമിന്റെ വലിയ ചുമതലയുള്ള ഇമാമ് മദീന പള്ളിയിൽ അന്ന് ഇശാഇന് നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ അദ്ദേഹത്തിന്റെ ഖുതുബ ഉണ്ടായിരുന്നു, പ്രസംഗം. ആ പ്രസംഗത്തിൽ കാര്യമായി അദ്ദേഹം പറഞ്ഞെന്താണ്, നിങ്ങൾ ഈ മദീന പള്ളിയിൽ വന്നിട്ട് വെറുതെ നിസ്കരിക്കുന്നത്. നിങ്ങൾ ഇവിടെ നിസ്കരിക്കുന്നു, നിങ്ങളെ കുട്ടികൾ എന്താ ചെയ്യുന്നത്? ഹുജറത്തു ഷരീഫയുടെ മുന്നിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കാണ്. നിങ്ങളെ മക്കളെ ഓടിക്കളിക്കാനാണോ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്? വളരെ കർശനമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു. പക്ഷെ ആളുകളെ കൽബിൽ ഈമാൻ ഉണ്ടെങ്കിലല്ലേ ഈ ഒരു ബോധം വരില്ല. നമ്മളെ കൽബിൽ ഈമാൻ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളം തഅലീമാണ്. അല്ലാഹു ബഹുമാനിച്ചതിനെ മുഴുവനും ബഹുമാനിക്കണം. നമ്മളെ നാട്ടിൽ ആ ബഹുമാനത്തിന്റെ കുറവ് കാണുന്നുണ്ടോ? നല്ലോണുണ്ട്. ആ കുറവ് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇവിടെ ആക്രിക്കടുള്ളത് വെളയിലുണ്ടോ? എടണപ്പാറുണ്ടാവൂലേ? ആക്രിക്കടയിൽ പോയി നോക്കിയാൽ മതി. ആക്രിക്കടയിൽ മുസ്ലിങ്ങൾ കൊണ്ടുപോയി മുസ്ഹഫ് വിൽക്കാൻ വെച്ചിരിക്കാണ്. കഴിഞ്ഞ ഷാബാനിലാണ് സഹോദരങ്ങളെ ഒരു കെട്ട് മുസ്ഹഫ് നമ്മുടെ ജില്ലയിലെ തന്നെ ഒരു ഏറ്റവും വലിയ ആക്രിക്കടയിലുള്ള ഒരു ഹൈന്ദവ സഹോദരൻ തൊടാൻ പേടിച്ചിട്ട് അദ്ദേഹം ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ പള്ളിയിലൊക്കെ വെക്കുന്ന ഒരു കിതാബാണ് എന്ന് തോന്നുന്നുണ്ട്. ഇത് നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് പെയിന്റ് ചെയ്ത് എവിടെങ്കിലും സൂക്ഷിക്കണം. ഇത് കൂട്ടത്തിൽ കയറ്റിവിടാൻ എനിക്ക് പേടിയുണ്ട്. പോയി നോക്കുമ്പോ ഉസ്താദ് പോയി നോക്കുമ്പോൾ മുസ്ഹഫാണ്. നഊദു ബില്ലാഹ്. ഒരൊറ്റ പേജും പറഞ്ഞു പോയിട്ടില്ല. പഴക്കം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഉമ്മമാരോട് ഞാൻ പറയട്ടെ, പഴകിയ സാധനങ്ങൾ ചോദിച്ചു വരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. ആക്രി എടുക്കാൻ വേണ്ടി ചാക്കുമായിട്ട് വരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അവരെ കയ്യിലേക്ക് നിങ്ങൾ ഖുർആനിന്റെ പ്രതി കൈമാറിയാൽ ഏറ്റവും വലിയ അപകടകരമാണ്. അതെന്താ ചെയ്യേണ്ടത്? നന്നായി പെയിന്റ് ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കണം. അത് 1 ജുസുള്ള മുസാഫാണെങ്കിലും ശരി, 2 ജുസുള്ള മുസാഫാണെങ്കിലും ശരി, 5 ജുസുള്ള മുസാഫാണെങ്കിലും ശരി. അങ്ങനെ ഞാൻ പറയാൻ കാരണം 2 ജുസ് ചിലപ്പോൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു സമയം ഉണ്ട്, 5 ജുസിലേക്ക് കുട്ടികളിൽ എത്തി ഓതുന്ന ഒരു സമയം ഉണ്ട്. ആ മുസാഫൊക്കെ 1 ജുസ് ആണെങ്കിലും അത് മുസാഫാണ്, 2 ജുസ് മാത്രമാണെങ്കിലും മുസാഫാണ്. ഹറമിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ മുസാഫ് മാത്രമല്ല മുസാഫ്. നമ്മളെ വീട്ടിലുള്ള എല്ലാ മുസാഫുകളും
പെയിന്റ് ചെയ്ത് വളരെ വൃത്തിയായി സൂക്ഷിക്കണം. അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. ബഹുമാനം തഖ്വയുണ്ട് എന്നതിന്റെ അടയാളമാണ്. വീടൊന്ന് പോയി പരിശോധിച്ചു നോക്കുക. നമ്മുടെ കാർഡുകളും മറ്റുമൊക്കെ എത്ര ഭദ്രതയിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. വെള്ളം പോലും തൊടാത്ത രൂപത്തിൽ ലാമിനേഷൻ ചെയ്തിട്ടില്ലേ? അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം പൊടി പിടിച്ച് നിങ്ങളെ വീട്ടിൽ കിടക്കുന്നുണ്ടോ? അതേ, ആരും ഉപയോഗിക്കാത്ത രൂപത്തില് ചട്ടയും മറ്റുമൊക്കെ പഴകിക്കിടക്കുന്നുണ്ടോ? എത്ര വരുന്നാലും എങ്ങനെ ബറക്കത്ത് കിട്ടാനാണ്? ബഹുമാനം വേണ്ടേ? തഅലീമ് വേണ്ടേ? ബറക്കത്തിന്റെയും സ്ഥാനത്തിന്റെയും വലിയ ആധാരം തഅലീമ തന്നെയാണ്. അതേ രൂപത്തിലുള്ള തഅലീമ് നമ്മൾ കാത്തു സൂക്ഷിക്കണം. ആ മുസാഫുകളൊക്കെ എടുത്ത് പെയിന്റ് ചെയ്യണം, ഇടക്കിടക്ക് ഉപയോഗിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഒന്നിലധികം മുസ്ഹഫ് ഒരാൾക്കുണ്ടെങ്കിൽ ഒന്ന് മാത്രം ഉപയോഗിക്കരുത്, മാറി മാറി ഉപയോഗിക്കണം. ഉപയോഗം കൊടുത്തിട്ട് ഒന്നവിടെ അങ്ങനെ കൂട്ടിക്കാൻ പാടില്ല. ഒന്നില് നിങ്ങൾ പതിവായി യാസീനോ അല്ലെങ്കിൽ ഒന്നിലൊരു ഖത്മ് ഓതുക, അത് കഴിഞ്ഞാൽ അടുത്ത ഖത്മ് മറ്റേ രണ്ടും ഉപയോഗിക്കണം. രണ്ടു ഉപയോഗമല്ലേ? വേറെ ആൾ കൊടുക്കാനാണെങ്കിൽ നമ്മൾ മനസ്സമ്മതിക്കണം. അതവിടെ വെക്കും. അപ്പൊ അടുത്തൊരു വീട്ടിലെ നമ്മളെ ആൾക്കാർ നല്ലോണം ശ്രദ്ധിക്കണം. അവർക്ക് പൈൻ്റ് അടിച്ച് നല്ല ഒട്ടിച്ച് റെഡിയാക്കിയാൽ പോരാ. ഉള്ളിൽ കട്ട പുകയാണ്. മരിച്ച വീട്ടിൽ പോയിട്ട് മുസാഫ് ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ കുറച്ച് മുസാഫ് അവിടെ നിന്ന് എടുത്തുകൊണ്ടു ചോദിക്കണ്ടില്ലേന്നായി. ഈ മൊബൈല് നോക്കിയിട്ട് ഇങ്ങനെ ഓതണ്ടാന്ന് കരുതിയിട്ട് ചോദിച്ചതാണ്. നേരത്തെ കിട്ടിക്കോട്ടെ. ഒരു മുസാഫ് അല്ലല്ലോ. നിങ്ങളോടൊരു മുസാഫ് വെച്ചാൽ മൊബൈലാണല്ലേ? എന്ത് ചോദിച്ചാലും തരാത്തൊരു സാധനമാണ് മൊബൈല്. മുസാഫ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെയല്ലേ? മുസാഫ് ചോദിച്ചു നോക്കുമ്പോ മുസാഫ് ആയിട്ട് എടുത്തുകൊണ്ടുവന്ന മുസാഫിന്റെ കഥ അറിയോ നിങ്ങൾക്ക്? പൊടി പിടിച്ച് അതിൽ നിന്നിങ്ങനെ പൊടി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വീഴാണ്. കയ്യിൽ പിടിച്ചോ മടിയിലോ ഒന്നും വെച്ച് ഓതാൻ പറ്റാത്ത രൂപത്തിൽ പഴകി ഇങ്ങോട്ട് റെഡിയായിട്ട്. എപ്പോഴാ ഇതൊക്കെ എടുത്തുകൊണ്ടിരുന്നത്? ആ വീട്ടിലെ ഉമ്മ മരിച്ചൊരു സമയം. എത്ര വർഷക്കാലം ഈ മുസാഫ് അവിടെ കിടന്നു. ആരും ഉപയോഗിക്കാത്ത രൂപത്തിൽ ഉപയോഗശൂന്യമായ മുസാഫുകളൊക്കെ പള്ളിയിലേക്ക് കൊടുക്കാന്നല്ല, നല്ല വൃത്തിയാക്കണം. അത് പെയിന്റ് ചെയ്തിട്ട് അതിനാകെ ചെറിയൊരു കാശേ വരുള്ളൂ. ചെറിയൊരു മുടക്ക്, ഒരു 10, 20, 25 രൂപ മുടക്ക് വരും. അത്രേ വരുള്ളൂ. ചട്ട വെച്ച് നല്ലോണം വൃത്തിയാക്കി പെയിന്റ് ചെയ്ത് നമ്മളത് സൂക്ഷിച്ചാൽ അള്ളാഹുവിന്റെ കലാമായ ഖുർആനെ ബഹുമാനിച്ചു എന്നുള്ളതിന്റെ പേരിൽ വലിയൊരു ബഹുമാനം. ഞാൻ ഞാനാണ് നിങ്ങളെ ഇലാഹ് എന്ന് വാദിക്കുന്നതിന്റെ മുമ്പ് ഫിർഔനുള്ള വലിയൊരു ബഹുമാനം അല്ലാഹു നൽകിയത് അങ്ങനെയാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ ഞാൻ എത്രയായി നിന്നോട് പറയുന്നത്, ഇത്രയും അക്രമിയായ ഈ രാജാവിനെ നീ ഒന്ന് നശിപ്പിക്കണം. അയാൾ നിന്നെ വിശ്വസിക്കാത്ത ആളല്ലേ? അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, മൂസാ നബിയെ അൻത തൻദുറു ഇലാ കുഫ്രിഹി, നിങ്ങൾ നോക്കുന്നത് അവന്റെ കുഫ്രിയത്തിലേക്കാണ്, അവന്റെ നിഷേധം. അവൻ സത്യത്തെ നിഷേധിക്കുന്ന ആളാണ്, ഇലാഹിനെ നിഷേധിക്കുന്ന ആളാണ്, ഒക്കെ ചെയ്യുന്ന ആളാണ്. വഅന അൻദുറു ഇലാ മാ കതബഹു വലാ ബാബി, ഇലാഹാണെന്ന് വാദിക്കുന്നതിന്റെ മുമ്പ് അവന്റെ വാതിലിന് മുകളിൽ അവൻ എഴുതിയതിലേക്കാണ് എന്റെ നോട്ടം. മൂസാ നബി അലൈഹിസ്സലാം നോക്കുമ്പോൾ വാതിലിന്റെ മുകളിൽ ഉണ്ട് ബിസ്മില്ലാഹ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഇത്രയും അക്രമിയായ ഫിർഔനിന് പോലും ഒരു വലിയ പരിഗണന അല്ലാഹു തആല കൊടുക്കുന്നു ആ ഒരു ബിസ്മില്ലാഹിയുടെ എഴുത്തിന്റെ പേരിൽ. ബഹുമാനം കുറയാൻ പാടില്ല. പക്ഷെ നമ്മൾ ആൾക്കാർ ബഹുമാനം കുറയുന്ന ഒരു തസ്തികയാണ് ഞാനിപ്പോ പറഞ്ഞത്. നിങ്ങളൊക്കെ വയല് കഴിഞ്ഞ് ചരിത്രം കേട്ട് കുറെ ഇങ്ങനെ പാട്ടാടി പോകാനുള്ള വയലല്ല. അങ്ങനെയാണെങ്കിൽ ചരിത്രം പാടി പറയുന്ന ആൾക്കാരെ അവരെ വിളിച്ചാൽ മതി. ഞാനിപ്പോ പറയുന്നത് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഖുർആനെ നമ്മൾ നിന്ദിച്ചാൽ ആഖിറത്തിൽ നമ്മൾ കുടുംബം. വയല് കഴിഞ്ഞ് പുറേ പോയിട്ട് ആദ്യം ചെയ്യേണ്ട പരിപാടി നാളെ ആകുമ്പോഴേക്ക് രാത്രി അല്പം സമയം കിട്ടിയില്ല, പഴയ ഖുർആനുകളൊക്കെ എടുത്ത് പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി, ഒരു ജുസ്ആണെങ്കിൽ 2 ജുസ്ആണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. പ്രസ്സിൽ കൊണ്ടുപോയാൽ കിട്ടും പെയിന്റ് ചെയ്യാൻ.
അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദുമാരുണ്ടാവും നല്ല കഴിവുള്ളവർ അവർ സൗജന്യമായിട്ടല്ല, അവർക്ക് അതിനുള്ള കാശ് കൊടുക്കണം, അതിന്റെ ചട്ട എന്തൊക്കെ വാങ്ങാൻ പശയൊക്കെ വാങ്ങാൻ പള്ളിയിൽ ഉപയോഗിച്ച് നോക്കുമ്പോ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന പള്ളിയിൽ മഹല്ല് കമ്മിറ്റിക്കാരെ വിളിച്ച് ഞാൻ ശകാരിക്കോട്ടോ, അതിനെ പറഞ്ഞൊന്നും കാര്യം, ചെലവ് തന്നാലും ശരി തന്നിട്ടില്ലേനും ശരി. എന്തിനാ ശകാരിച്ചത്? മുത്താലിമുകൾ താമസിക്കുന്നതിന്റെ മുകളിൽ പഴയ ഒരു നിലയുണ്ട്, പള്ളിയുടെ പഴയ നില, പള്ളി തന്നെയാണ്. അവിടെ ഉണ്ട് കുറെ മുസാഫ്, പഴയ മുസാഫ്. ഇവർ എന്ത് കമ്മിറ്റിയാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതൊക്കെ വൃത്തിയാക്കി കൊണ്ടെടുക്കുന്ന ആൾക്കാർ എന്നാണ്. അല്ല കുപ്പായിട്ട് ഒരു ഫാന്റെ സ്വിച്ച് ഓഫ് ആക്കാതെ ഇടുക, അതല്ല കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അല്ലാഹു തആലാന്റെ മാർഗത്തിൽ പൊരുത്തത്തിൽ വൃത്തിയാക്കി ചെലവ് ചെയ്ത് സൂക്ഷിച്ച് സുരക്ഷിതമായി ബഹുമാനങ്ങളൊക്കെ പാലിച്ച് കൊണ്ടു നടക്കുന്ന ആളുകൾ എന്ന് അതിന്റെ ഈ പള്ളി കമ്മിറ്റി പെട്ട ആൾക്കാരുടെ കൂട്ടത്തിൽ പഴയ കുറെ മുസാഫുകൾ കാണും പള്ളിക്ക്. ഒരു ചട്ട വെച്ചു കൊടുത്താൽ കുറെ കാലം ഇനിയും അതിന് ദീർഘായുസ്സുണ്ടാവും. നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ചെറിയ സ്ഥാനെങ്കിലും കിട്ടും, ചെറിയൊരു സ്ഥാനെങ്കിലും കിട്ടും. നിങ്ങൾ നോക്ക്, ഒരുപാട് ആളുകളെ കൊല്ലാകൊല നടത്തിയ ആളാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറഞ്ഞ ഭരണാധികാരി. പക്ഷെ ഇമാമുകൾ പറഞ്ഞു അദ്ദേഹത്തിന് ചെറിയൊരു പ്രതീക്ഷ അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഇന്ന് ഖുർആൻ ഈ രൂപത്തിൽ ഓതാൻ കാരണക്കാരൻ ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അല്ലാഹു തആല നമ്മളമാരല്ലോ ഗഫൂർ റഹീമല്ലേ. ഖുർആനിന് വള്ളിയും പുള്ളിയും ശബ്ദും മദ്ദും ഇട്ട് അത് ശരിക്ക് ക്രമീകരിച്ചത് ക്രോഡീകരിച്ചത് ഹജ്ജാജ് ഇബ്നു യൂസുഫ. ആ കാലം വരെ ഖുർആനിന് ശബ്ദും മദ്ദും പുള്ളിയും ഒന്നുമില്ല, അക്ഷരങ്ങൾ മനസ്സിലാക്കിയിട്ട് ഖുർആൻ ഓതലാണ്. അന്ന് നൂൻ എങ്ങനെ ഉണ്ടാകും? നൂൻ ഇങ്ങനെ ഇട്ട് അതിന് ചെറിയൊരു കൊക്കുണ്ടാകും, അത് നൂനാണ്. ബാ കുറച്ച് പരന്നിട്ടുണ്ടാകും, പുള്ളിയൊന്നുമില്ല. സീന് അതിന് 3 മടക്കുണ്ടാകും. അത് ഷീനാണെങ്കിൽ വാലിന്റെ ഭാഗം കുറച്ചുകൂടി മടങ്ങി. ഇങ്ങനെ മനസ്സിലാക്കി ഓരോ അക്ഷരങ്ങളുടെയും മോഡൽ മനസ്സിലാക്കി അതിന് ജീമിനൊരു പുള്ളി നടുവിലും ഖാഇനൊരു പുള്ളി മേലെയും ഷീന് 3 പുള്ളിയും താഇന്റെ രൂപത്തിൽ വൃത്തത്തിൽ 3 പുള്ളിയും ഇങ്ങനൊക്കെ കൊടുത്ത് ഹർക്കത്തുകൾ ഇട്ട് റെഡിയാക്കിയത് ഈ രാജാവാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ്. വലിയ പ്രതീക്ഷയല്ലേ? ഇമാമുകൾ പറയുന്നു മലിക്കുൽ വാലിൻ എന്നാണ് അയാളെ പരിചയപ്പെടുന്ന അക്രമിയായ ഭരണാധികാരി. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന വലിയ താബിഈ പണ്ഡിതനെ കൊല്ലാകൊല നടത്തിയത് ഈ ഹജ്ജാജാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കഴിമരത്തിലേറ്റിയത് ഹജ്ജാജാണ്. അതൊക്കെ നടത്തിയെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതീക്ഷയ്ക്ക് ഒരു വകയുണ്ട്. കാരണം അല്ലാഹുവിന്റെ കലാമായ ഖുർആനിന് ഒരു ഭംഗി അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതൊരു പ്രതീക്ഷയാണ്, ചെറിയൊരു കാര്യമൊന്നുമല്ല, ഒരു വകുപ്പാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആനിനോട് ബഹുമാനം കാണിക്കണം. പുതിയ ഖുർആനുകൾ ഓരോ വർഷവും ഉംറക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴും കൊണ്ടുവരും. ഇപ്പതാ ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെയും വരും മുസാഫ്. അതുകൊണ്ട് പഴയത് ഒരു മൂലക്ക് വെച്ചുകൊണ്ട് മാറ്റി നിർത്തരുത്. മാറി ഖുർആനോദണം, മുസാഫുകൾ ഉപയോഗപ്പെടുത്തണം. 3 മുസാഫ് ഉണ്ട് നിങ്ങളുടെ റൂമിൽ. നിങ്ങൾ ഒരാളാണെങ്കിൽ 3 മാസത്തിലായിട്ട് 3 എണ്ണവും ഉപയോഗിച്ചോളൂ. അല്ലെങ്കിൽ യാസീനോദാൻ 1, അതുപോലെ തന്നെ സൂറത്തുർ റഹ്മാനോദാൻ മറ്റൊന്ന്, സ്ഥിരമായിട്ട് ഓതുന്ന ഭാഗങ്ങളോദാൻ മറ്റൊന്ന്. 3 ഉപയോഗപ്പെടുത്തണം. ഒന്നും തീരെ ഉപയോഗിക്കാതെ വെച്ചു പോകരുത്. ആഖിറത്തിലെത്തുമ്പോൾ നമ്മെ പറ്റി അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന കാരണം മറ്റൊന്നാണ്. ഖാലർ റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്താ ഈ ഉമ്മത്ത് ഇങ്ങനെ ആയി ചോദിക്കുമ്പോൾ ഒറ്റ കാരണമാണ് പറയുന്നത്, ഇവർ ഖുർആൻ ബഹിഷ്കരിച്ചു. അതിൽ ഇമാമുകൾ തഫ്സീർ രേഖപ്പെടുത്തിയ ഒക്കെ ഉണ്ട്. അതിൽ ഒന്നാമത്തെ തഫ്സീറാണ് ഖുർആനിനെ വേണ്ടതുപോലെ ബഹുമാനിച്ചില്ല. ഖുർആനെ വേണ്ടതുപോലെ ബഹുമാനിച്ചില്ല. ഖുർആനെ മഹാന്മാര് ബഹുമാനിച്ചത് മനസ്സിലാക്കിയാൽ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കണം, നല്ലോണം ബഹുമാനിക്കണം. ഖുർആനുള്ള നമ്മളെ വീട്ടില് അപശബ്ദങ്ങളും മറ്റൊന്നും മുഴങ്ങാൻ പാടില്ല. ഖുർആൻ ഓതുന്ന ഒരു സ്ഥലത്ത് സംസാരിക്കുന്നത് പോലും ഈമാനിനെ ബാധിക്കുന്ന വിഷയം.
ഖുർആൻ കുട്ടികൾ ഇങ്ങനെ ഓതുകയാണ്. ചെറിയ കുട്ടികളാ നോട്ടിക്കോളൂ. 2ാം ക്ലാസ്സിലെ 3ാം ക്ലാസ്സിലെ 4ാം ക്ലാസ്സിലെ കുട്ടികൾ ഖുർആൻ ഓതുകയാണ്. ഖുർആൻ ഓതുമ്പോ അവിടെ വെച്ചുകൊണ്ട് വർത്തമാനം, അത് ഫോണിലാണെങ്കിലും ശരി, ബാപ്പയും ഉമ്മയും തമ്മിലാണെങ്കിലും ശരി, കൂട്ടുകാർ തമ്മിലാണെങ്കിലും ശരി, വേറെ എങ്ങനെയാണെങ്കിലും സംസാരിക്കാൻ പുറത്തിറങ്ങണം. അവിടെ സംസാരിക്കാൻ പാടില്ല. പറ്റോ? ബാങ്ക് കൊടുക്കുമ്പോ ഞാൻ നിർത്താതെ വേളറിഞ്ഞ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? ഞാൻ ഒരു നിലക്ക് നിർത്തിയില്ല. എത്ര ആള് ബഹിഷ്കരിച്ചു പോയി സാസിന്. അതേ ബാങ്ക് തന്നെയല്ലേ അങ്ങാടിയിലേക്ക് മുളുകൾക്ക് അല്ലേ? അതേ ബാങ്കല്ലേ നിങ്ങൾക്ക് ഫോൺ വരുമ്പോ കേൾക്കല് ഒന്ന് ഓഫാക്കിക്കൂടെ? അതേ ബാങ്കല്ലേ മറ്റു പലതും നിങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കുന്ന ബാങ്കന്നല്ലേ അത്? വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോഴും മറ്റൊക്കെ കേൾക്കുന്ന ബാങ്കന്നല്ലേ? പണ്ഡിതന്മാര് പഠിപ്പിച്ചു കുഫ്ർ പേടിക്കപ്പെടേണ്ട വിഷയങ്ങളിൽ, ഈമാന് പോകുന്ന വിഷയങ്ങളിൽ പെട്ടതാണ് ഭൗതിക സംസാരിക്കൽ കേൾക്കുമ്പോ. ഒരു സ്ഥലത്ത് രാത്രി വേല തുടങ്ങാൻ വെക്കുമ്പോഴേ, വെക്കുമ്പോ 5-5:30 മണിയാകുമ്പോഴേക്ക് ഒരു ഖുർആൻ കാസറ്റ് അങ്ങനെ ഇട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആ ഖുർആൻ കാസറ്റ് ഓഫാക്കണം. അല്ല ഉസ്താദെ, വേല നടക്കുന്നുണ്ട് എന്നുള്ളതിനെ ഒരു തെളിവായിട്ട് വെച്ചതാണ്. വേണ്ടാന്ന് പറഞ്ഞു. ഖുർആനിടണ്ടാന്ന് പറഞ്ഞു. എന്താ കാരണം? അവിടെ ആ വന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ സംസാരിക്കുന്ന ഒരു പന്തല് കെട്ടുന്നവരുണ്ട്, മൈക്ക് സെറ്റ് ശരിയാക്കുന്നവരുണ്ട്, കസേര നിരത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ പല പണികളുമായി ഏർപ്പെട്ടവരുണ്ട്. അവർക്ക് ഈ ഖുർആൻ ശ്രദ്ധിക്കാൻ കഴിയും. അറബികളെ നോക്കണം നിങ്ങൾ. അറബികളെ കൂടെ വാഹനത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടാവും. അതിൽ ഈമാനുള്ള അറബികളാണ്. എന്തെങ്കിലും നമുക്ക് സംസാരിക്കണം തോന്നിയാൽ അപ്പോൾ അവർ ഖുർആൻ ഓത്ത് ഓഫ് ചെയ്യും. സംസാരം കഴിഞ്ഞാൽ പിന്നെ അത് ഓൺ ചെയ്യും. വാഹനത്തിൽ ഖുർആൻ അങ്ങനെ കേൾക്കുക. ഖുർആൻ കേൾക്കുമ്പോ ശബ്ദിക്കുക, സംസാരിക്കുക എന്നുള്ളത് കാഫിരീങ്ങളുടെ സ്വഭാവമാണ്. അവരാണല്ലോ അങ്ങനെ പറഞ്ഞത്. വഖാലല്ലദീന കഫറൂ ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. നിങ്ങളെ മനസ്സിലുള്ള ഈ വിശ്വാസം പോയിട്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് ചേരാതിരിക്കാൻ ഖുർആൻ കേൾക്കുമ്പോ സംസാരിക്കണം, ശബ്ദം ഉണ്ടാക്കണം, അത് കേൾക്കാൻ കൂട്ടാക്കരുത് എന്ന് പറഞ്ഞത് വഖാലല്ലദീന കഫറൂ, സത്യനിഷേധികളാണ്. അവർ സ്വഭാവമാണ്. ഖുർആൻ കേൾക്കുന്നിടത്ത് സംസാരിക്കരുത്. പഴയ കാലത്തൊക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഓതുകയാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ വാപ്പ പറയും, ഉമ്മ പറയും, ആരാവിടുന്ന് വർത്തമാനം പറയുന്നത് ഖുർആൻ ഓതുമ്പോ, ആരാവിടുന്ന് ഒച്ചുണ്ടാക്കുന്നത് ഖുർആൻ ഓതുമ്പോ എന്ന് പറയും. ഒരു ബഹുമാനമായിരുന്നു, തഖ്വയായിരുന്നു. അത് ശരിക്ക് സൂക്ഷിക്കണം, കാത്തു സൂക്ഷിക്കണം. ഇപ്പോഴും അത് വേണം. സഹോദരങ്ങളെ, വീട്ടിലെ ആണ്ട് നടക്കുമ്പോ, മൗലിദ് നടക്കുമ്പോ ഏറ്റവും അധികം ആ വീട്ടില് വേണ്ടത് ഏറ്റവും നല്ല ശാന്ത സുന്ദരമായ അന്തരീക്ഷമാണ്. എല്ലാവരും ഓതുന്ന, എല്ലാവരും കേൾക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത്. ഒരു കൂട്ടം ആളുകൾ ശബ്ദകോശവുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു, വേറൊരു കൂട്ടം ആളുകൾ അവരെ കൂലിപ്പണി എടുക്കുന്നത് പോലെ ഒരു പണിയെടുക്കുന്നു. അതിൽ യാതൊരു കഴമ്പും ഇല്ല. കാര്യമായിട്ട് അവിടെ ഉണ്ടാകേണ്ടത് ബഹുമാനമാണ്. പരിശുദ്ധ ഖുർആൻ കേൾക്കുന്നിടത്ത് നല്ല ബഹുമാനം വേണം. അത് തന്നെയല്ലേ ഖുതുബക്കും തെളിവാക്കിയത്. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതപ്പെട്ടാൽ ആര് ഓതി എന്നുള്ളത് വിഷയമല്ല. ടേപ്പ് റിക്കാർഡിൽ നിന്നുള്ള ഓത്താണെങ്കിലും ശരി, മൊബൈലിൽ നിന്ന് വരുന്ന ഓത്താണെങ്കിലും ശരി, ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്തമിഉ ലഹു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വഅൻസിതു, മൗനം പാലിക്കണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെടാൻ, ബറക്കത്ത് ചെയ്യപ്പെടാൻ നന്നായി കേൾക്കണം. കേട്ടിട്ടാണ് പഴയ കാലത്ത് മഹാന്മാരും മഹതിമാരൊക്കെ ഖുർആൻ പഠിച്ചത്. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ സൂറത്ത് ഖാഫ് കേട്ട് പഠിച്ചത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച സൂറത്ത് ഖാഫ് കേൾക്കില്ല. അടുത്ത വെള്ളിയാഴ്ച മുതൽ ഖത്തീബ് ഉസ്താദിനോട് ഓതാൻ പറഞ്ഞു. ബുദ്ധിമുട്ടില്ലെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, അത് കേൾക്കല്ല.
ആ സ്ഥാനത്ത് സൂറത്ത് ഖാഫ് ഓതൽ സുന്നത്ത. ഇപ്പൊ ഞാൻ ഇവിടുത്തെ ഖത്തീബുസ്ഥാനെ തിരിച്ചു പറയരുതോ, നിങ്ങൾക്ക് നേരെ ഖാഫ് സൂറത്തോ അല്ലെങ്കിൽ അതിന്റെ വാളോ ഓതൽ സുന്നത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് ഖുതുബയിൽ ഓതുമ്പോ അപ്പുറത്തുള്ള വീട്ടിൽ നിന്നത് കേട്ട് കാണാതെ പഠിച്ചു മൈമൂന ബീബി റളിയല്ലാഹു അൻഹ. ഞാൻ പറയുന്നത് അത് കേട്ട് കാണാതെ പഠിക്കണമെങ്കിൽ എത്ര അച്ചടക്കവും എത്ര ഒതുക്കവും വേണം അവിടെ. എത്ര സൈലന്റ് ആൾക്കാർ കേൾക്കാൻ കഴിയും. അതാണ് ഖുർആൻ ഓതുന്ന സമയത്തുള്ള ഒരു ബഹുമാനം നമ്മൾ സ്വീകരിക്കണം. ചില സ്ഥലത്തൊക്കെ ആണ്ടിന് പോയാൽ ഈ ആണ്ടിനും 7-നും 14-നൊക്കെ ഞാൻ പറയട്ടെ, അവിടെ ഈ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കാര്യങ്ങളൊക്കെ വിളമ്പിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഈ യാസീൻ അങ്ങോട്ട് ഓതുമ്പോ തുടങ്ങും ഒച്ചപ്പാടൊരു ഭാഗം. അപ്പൊ പിന്നെ ആൾക്കാർ വിഷയാക്കാത്ത എന്താണ്, നമ്മക്ക് തന്നെ ഉള്ള ചോറ് റെഡിയാക്കല്ലേ, കുറച്ചൊക്കെ വർത്താനം പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഖുർആനാണ് ഓതുന്നത്, എല്ലാരും കേൾക്കുന്ന മൈക്കിലൂടെ ഓതുന്നത്. ഒരു 3-നാണെങ്കിലും 7-നാണെങ്കിലും 40-നാണെങ്കിലും 50-നാണെങ്കിലും മൈക്കല്ലേ. ഇത് കേൾക്കുന്ന ആൾക്കാരോടുള്ള കൽപ്പനല്ലേ, മൗനം പാലിക്കണം, നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണം. മൗലിദിലും അങ്ങനെ തന്നെ ബഹുമാനം വേണം. മൗലിദ് ഓതുമ്പോഴും ബഹുമാനം വേണം. ശബ്ദം ഉണ്ടാക്കരുത്, ഒച്ചപ്പാടുണ്ടാക്കരുത്. കുറച്ച് ആൾക്കാർ വർത്താനം പറഞ്ഞിരിക്കരുത്. എല്ലാവരും ബഹുമാനത്തോടെ അത് കേൾക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പാടിയ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു തങ്ങളെ ഹദ്റത്തിൽ വന്ന് മദ്ഹ് പാടി വാനത്തു സുആദു ഫഖൽബിൽ യൗമ മക്ബൂലു മുതയ്യമുൻ നിസ്റഹാ ലം യഫദ മക്ലൂലു. കഴിഞ്ഞാൽ ഏറ്റവും ബഹുമാനമുള്ള വരിയാണ്. സത്യത്തിൽ സഹോദരങ്ങളെ, സ്വഹാബി പാടിയ മദ്ഹ് നിങ്ങൾക്ക് വാനത്തു സുആദാണ് പാടേണ്ടെങ്കിൽ ആദ്യം പാടാൻ നല്ലോണം ഇരുന്ന് പഠിക്കണം. അതങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കി പാടാൻ കഴിയൂല. അത്രയും കടികട്ടിയുള്ള സാഹിത്യമുള്ള വാക്കുകളാണ്. സ്വഹാബി നബി തങ്ങളെ ഹദ്റത്തിൽ നിന്ന് പാടിയ മദ്ഹ് ബാനത്തു സുആദ്, അതാണ് അതിന്റെ പേര്. അതിന്ന് കിതാബുകളിൽ ഉണ്ട് ആ വരി. അത് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിൽ വെച്ച് പാടിയ മദ്ഹാണ്. തങ്ങൾ പുതപ്പ് സമ്മാനമായി കൊടുത്തൊരു മദ്ഹാണ്. ഈ മദ്ഹ് ഇങ്ങനെ പാടുമ്പോ അച്ചടക്കത്തിന്റെ പ്രതീകമായ സ്വഹാബ, ആ സ്വഹാബിമാര് നല്ലോണം ഈ മദ്ഹ് ശ്രവിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, അനിസ്മഉ, നിങ്ങളൊന്ന് കേൾക്കി, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കി. സ്വഹാബത്ത് സംസാരിക്കൂല, അവരുടെ സ്വഭാവം എന്താ, സ്വഹാബത്തിന്റെ ബഹുമാനം എന്താ? ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിൽ രേഖപ്പെടുത്തി, സ്വഹാബിമാർ സദസ്സിൽ വന്നിരുന്നാൽ തലക്ക് മീതെ പക്ഷികൾ ഇരിക്കും പോലെ. നമ്മളെ തലക്ക് മീതെ പക്ഷി ഒന്നും ഇരിക്കൂല. കാരണം പക്ഷിക്ക് പേടിയാണ്, ഇതൊരു മരാണോ, ഇളകുന്ന കാറ്റിന് ഇളകുന്ന ചില്ലാണോ എന്ന് കരുതി നമ്മളൊന്നും അങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും അങ്ങനെയല്ലേ. നിസ്കാരം കഴിഞ്ഞാൽ എത്ര വട്ടാ തിരിഞ്ഞു നോക്കണ്. നിസ്കാരം കഴിഞ്ഞ് സലാം വിളിച്ചാൽ നേർക്കേരെന്നാണ് ദിക്റില്ല. എത്ര വട്ടാ തിരിഞ്ഞു. എത്ര ആൾക്കാരെ ഖുശാണ് നമ്മളെ മുച്ചിരി കണ്ടിട്ട് പോയി പോയത്. തിരിഞ്ഞോക്കെങ്കിലേ നമുക്ക് സമാധാനമാവും. ആരൊക്കെ മസ്ബൂക്ക് നമ്മളെ കണക്കെടുക്കല്ലേ. ഇന്ന് ഏതൊക്കെ സൊഫിയ, ഏതൊക്കെ ആൾക്കാർ മസ്ബൂക്ക്, എത്ര വട്ടാണോ തിരിഞ്ഞോക്കുന്നോ. പക്ഷേ സഹോദരങ്ങളെ, സ്വഹാബത്ത് വന്നിരുന്നാൽ അവരെ തലക്ക് മീതെ പക്ഷികൾ വന്നിരിക്കും പോലെ അച്ചടക്കമാണ്. തല പോലും മനക്കൂല, തോളനക്കൂല, മുഖം മനക്കൂല. ആ സ്വഹാബിമാരോടാ പറയുന്നത് അനിസ്മഉ, നിങ്ങൾ കേൾക്കണം. നാളെ അവിടെ നടക്കുന്ന ബുർദാസല്ലേ, മിന്നവ്വലിയിൽ ആഖിരി സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാർ മാത്രം വന്നാ മതി. കേൾക്കണ്ട, ഞാൻ പറഞ്ഞ കേൾക്കണ്ട. ഈ സദസ്സിൽ വെച്ച് സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാർ മാത്രം വന്നാ മതി. മൊബൈലിലൂടെയും അല്ലാതെ പിന്നെ അതിന് കാര്യമായിട്ട് പുണ്യൊന്നുമില്ല. ആസ്വാദനം എന്ന് പറഞ്ഞ എന്താ സംഗതി എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ സംഗതി?
എന്തോ തിന്നാൻ കിട്ടുന്നു മറ്റന്നാളല്ലേ ചോറ കിട്ടണേ നാളല്ലല്ലോ ഇനി വല്ല കുലാവി ഉണ്ടെങ്കിൽ അത് കേൾക്കുക എന്നുള്ള ബഹുമാനത്തോടെ കേൾക്കുക. സഹാബിമാരോട് ഞങ്ങൾ പറഞ്ഞു ബഹുമാനത്തോടെ കേൾക്കണം. ബഹുമാനം വേണം. മൗലിദിന്റെ ഒരു സദസ്സ് വീട്ടിൽ സംഘടിപ്പിക്കുകയാണെങ്കിൽ വലിയ ബഹുമാനം അവിടെ കാണും. ആണും പെണ്ണും നല്ല ബഹുമാനം കാണും. ഖുർആൻ ഓതുന്നിടത്ത് നല്ല ബഹുമാനം കാണിക്കണം. ശബ്ദിക്കരുത്, സംസാരിക്കരുത്. ഖുത്ബ ഓതുന്നിടത്ത് ശബ്ദിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ പറ്റുന്ന ആളുകൾ ഒച്ചപ്പാടുണ്ടാക്കുന്നിടത്തേക്ക് അവരെ നിയോഗിക്കണം. തട്ടിന്റെ മുകളിൽ കഴിഞ്ഞൊരു മാസം മുമ്പ് ഒരു പള്ളിയിൽ ഖുത്ബ കയറി. എനിക്ക് തോന്നി ഈ വർഷത്തെ ഖുത്ബയിൽ ജുമയില് ഒരു റാഹത്തും കിട്ടാത്ത ഒരു നിസ്കാരം ജുമയായി മാറിയത്. സുന്നിപ്പള്ളിയിലാട്ടോ, വേറെ പള്ളിയിലാന്ന് കരുതണ്ട. സുന്നിപ്പള്ളിയെ കടികട്ടി സുന്നിയാണെന്നൊക്കെ പറഞ്ഞോളി വലിയ മഹല്ല 700-800 കണക്കിന് വലിയ തമ്പ്രാക്കന്മാരെ നേതൃത്വം മുകളിൽ കയറി നോക്കുമ്പോ നമ്മളെ ചെറുപ്പക്കാരെ കൊട്ടിഘോഷം കൊണ്ട്, ശബ്ദഘോഷം കൊണ്ട് സഹോദരങ്ങളെ നിസ്കാരത്തിൽ റുക്കൂഇൽ പോകുന്നവരെ ഒരു സമാധാനവും. ഖുതുബന്റെ തുടക്കം മുതൽ ഒരൊറ്റ ഹർഫ് കേൾക്കാനായിട്ടുണ്ട്. എന്തുമാത്രം ശബ്ദങ്ങളാണ്. അതും ചെറിയ ആൾക്കാരല്ല, കല്യാണം കഴിച്ചു 1-2 മക്കളുണ്ട് ചെറുപ്പക്കാർ. ബുലൂഗായിട്ട് ആയിട്ടില്ല എന്ന് തോന്നുന്നു. കളി കാണും. പ്രായപൂർത്തി എത്തിയിട്ടില്ലാന്ന് തോന്നും. പള്ളിന്റെ മേലെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹയാവുമില്ലാതെ സംസാരിക്കുന്നു. ഖുതുബല്ലേ ഓതുന്നത്. റാസി ഇമാം റളിയല്ലാഹു അൻഹു തഫ്സീർ പറഞ്ഞത് വൈദാ ഖുരിഅൽ ഖുർആനു അയിൽ ഖുതുബ. ആ ആയത്തിന് അങ്ങനെ തഫ്സീർ പറഞ്ഞത് ഖുതുബ ഓതപ്പെട്ടാൽ മിണ്ടാതെ ഇരുന്ന് കേൾക്കണം. ശരിക്ക് കേൾക്കേണ്ടതാണ് ഖുതുബ. 40 ആളെ കേൾപ്പിക്കണ്ടേ? ഇങ്ങനെ ശബ്ദിച്ചാലും പിന്നെ എങ്ങനെ കേൾപ്പിക്കാം? മേലുള്ള ആൾക്കാർ ശബ്ദിക്കലും താഴെയുള്ള ആൾക്കാർ യേസിന്റെ സുഖത്തിൽ ഉറങ്ങലും ആയ പിന്നെ 40 ആളുണ്ടാകോ കേൾക്കുന്നവര്? അല്ല, താഴെയുള്ള ആൾക്കാർ ക്ഷീണം മാറ്റി ഓരോരുത്തരും ഓരോ ഫർള് കേട്ടിട്ടുള്ളൂ. ഫുള്ള് ഫർള് കേൾക്കണ്ടേ? 2 ഖുത്ബയിലും ഫുള്ള് ഫർള് കേൾക്കണ്ടേ? അങ്ങനെണ്ടാവും ആൾക്കാർ 40 മേലുള്ള ഒച്ചപ്പാടുകൊണ്ട് അങ്ങനെ പോയി, താഴെയുള്ളത് ഉറങ്ങിയിട്ടും പോയി. സംശയമാണ്. ഖുത്ബകളൊക്കെ പള്ളികളിൽ ശരിയാകുമെന്ന് തന്നെ സംശയമാണ്. ചിന്തിക്കേണ്ട, നല്ലോണം ആരോഗ്യഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. നിങ്ങളൊരു സൊഫിലോട് പതുക്കെ അങ്ങനെ ഒന്ന് വീക്ഷിച്ചു നോക്കോണ്ട് ഒട്ടുമിക്ക ആൾക്കാരും അൽഹംദുലില്ലാഹ് കഴിഞ്ഞാൽ ഉറങ്ങുന്നുണ്ടാവും. ഞാന് വെറുതെ പറയില്ല, തമാശക്ക് പറയല്ല. പിന്നെ അവരൊക്കെ എഴുന്നേൽക്കും. എപ്പോ നിങ്ങൾ അമീറുൽ മുഅ്മിനീന അബൂബക്കർ സിദ്ദീഖ് ഉറക്കം കെടുത്താൻ വേണ്ടി ഒരു തർദിയത്ത് ഉറക്ക സ്വലാത്തൊന്നും ഉറക്ക ചെല്ലാതെ സ്വലാത്താണ് ഉറക്ക ചെല്ലേണ്ടത്. തർദിയത്ത് അതിനേക്കാളും സൗണ്ട് കുറച്ചിട്ടാണ്. ഇവിടെ എങ്ങനെ? ഇവിടെ സ്വലാത്തിന് ഉറക്ക ചെല്ലാൻ നമ്മളെ ബഹുമാനക്കേടാണത്. നിങ്ങളൊക്കെ പള്ളിയിൽ ചെന്നിട്ട് സൊഫിലിങ്ങനെ ഇരിക്കുമ്പോ ഉറക്ക സ്വലാത്തല്ലണം. അതിനാകണം ഈമാൻ. അത് കിതാബിൽ പ്രത്യേകം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്മ കേൾക്കുമ്പോ ആ ഇസ്മിലേക്ക് മടങ്ങുന്ന ലമീർ കേൾക്കുമ്പോ ഇവരുടെ കിതാബിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേരെന്നെ വേണമെന്നില്ല. തങ്ങളെ വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷണം മതി. നബി എന്നൊക്കെ മതി. ശബ്ദം ഉറക്ക സ്വലാത്തല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഈ ഒച്ച ഇതിനേക്കാൾ ഒച്ച ഉണ്ടാവും. അതാണ് ബഹുമാനക്കേട് എന്ന് പറയും. മറ്റേന് തീരെ ഒച്ചയില്ല, ആരും കേൾക്കണില്ല. ഇത് ഭയങ്കര ഒച്ച. ഏതാ ഒച്ചത്തിൽ ചെല്ലേണ്ടത്? സ്വലാത്ത്. അതെവിടെ ഒച്ചത്തിൽ ചെല്ലേണ്ടത്? ഏതാ ആൾക്കാർ കേൾക്കണ ഉറക്കൊണ്ടരാൻ കേൾക്കണ ഏതാ? അതല്ല ഉറക്ക ചെല്ലേണ്ടത്, മര്യാദക്കേടാണത്. ഉറക്ക ചെല്ലേണ്ടത് സ്വലാത്താണ്. ഇന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞില്ല, അടുത്ത വെള്ളിയാഴ്ച മുതൽ ഇങ്ങനെ സൊഫിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഉറങ്ങിയാ പോരാ. ഇമാമ് എത്ര ഖതീബ് എത്ര പേര് പറയുന്നു അതിനനുസരിച്ച് ഉറക്ക ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വലാത്ത് ഉറക്ക ചെല്ലണം പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ കൂടി ദീപക്കാണ് കൊണ്ടുപോകണം. ശരിയോ? എനിക്കൊരു ജുമ റാഹത്തായ ഒരു പള്ളി പറയാനുള്ള ദീപിലെ പള്ളി.
നല്ല മനുഷ്യൻ. ഖതീബ് ഇങ്ങനെ ഒരു പേരും കൂടെ പറഞ്ഞാൽ മതി, കാരണന്മാർ പള്ളിന്റെ ഉള്ളിലുള്ളവർ മൊത്തം പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലൊക്കെ പള്ളിക്കാട്ടുള്ള ആൾക്കാർക്ക് തെൽക്കീം ചൊല്ലി കൊടുക്കും പോലെ ഉത്തുബോധന. ഞാൻ പറയുന്നത് അല്ല, ഞാൻ പറയല്ലേ, ആ പണി വേണ്ടെങ്കിൽ വേറെ പരിപാടി. പള്ളിക്കാട്ടേക്ക് സലാം പറഞ്ഞാൽ നല്ല എന്തായാലും പറയാനുള്ളത്. ഇവരിങ്ങനെ ഇരിക്കന്നെ വേറെന്തോ അന്ത. ഇനിയിപ്പോ ജുമാ കഴിഞ്ഞാൽ എന്താ അടുത്ത പരിപാടി, അടുത്ത പരിപാടി എന്താണ്, ഇനിയിപ്പോ എപ്പോഴാണ് ആണ്ടിന് എപ്പോഴാണ് പരിപാടി, ഇങ്ങനെ ഖുതുബ കേട്ടിട്ടൊരു സ്വലാത്തെങ്കിലും അവിടൊക്കെ തറാവീഹിന്റെ ഇടയിലുള്ള ഈ 2 റക്അത്തിൽ ചൊല്ലുന്ന സ്വലാത്തുകളൊക്കെ വീട്ടിലേക്ക് ഇങ്ങനെ അതിന്റെ മുഴക്കങ്ങനെ ഉണ്ടാകുന്ന വലിയ സന്തോഷത്തോട് സ്വലാത്ത് ഉറക്കെ ചെല്ലണം. പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീർ ഇമാമ് ചൊല്ലും പോലെ മമ്മൂമ്മ ഉറക്കല്ലേ അല്ലേ? അത് പിന്നെ നമ്മൾ ചൊല്ലും, കാരണം നമ്മള് നല്ല ഭംഗിയുള്ള വസ്ത്രം കെട്ട് വന്ന് ബിരിയാണി ഒക്കെ വെച്ചാണ് കുറെ ആൾക്കാർ ടേസ്റ്റ് ഒക്കെ നോക്കി വന്ന ആ റാഹത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ തക്ബീറൊക്കെ ഏതായാലും നടന്നോട്ടെ, എപ്പോഴും ഇല്ലാത്ത നിസ്കാരം തക്ബീറൊക്കെ നടക്കട്ടെ, കുഴപ്പമില്ലാതിരും അതിനേക്കാളും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ഈ സ്വലാത്തിന്റെ ശബ്ദം. അതില് ശബ്ദം കുറക്കുന്ന ആളാണ് ഏറ്റവും വലിയ ബഖീൽ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ ചൊല്ലേണ്ടിടത്ത് നാവ് പൊന്തിക്കാത്ത മനുഷ്യന്മാരാണ്. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് വരാത്ത ആളാണ് ഏറ്റവും വലിയ ബഖീൽ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ പിശുക്ക് നമുക്ക് വേണ്ട. ഇതിനാണ് ആ പിശുക്ക്. ബഹുമാന പുരസ്സരം അവിടെ സ്വലാത്ത് ചൊല്ലണം. ഉപ്പമാരെ ഉമ്മമാരെ ബഹുമാനിക്കേണ്ട തലങ്ങളെ നന്നായി സ്വീകരിച്ച് ബഹുമാനിക്കണം. മുസ്ഹഫ് ബഹുമാനിക്കും പോലെ കിതാബുകളൊക്കെ നന്നായി ബഹുമാനിക്കണം. മുസ്ഹഫും കിതാബും ഉള്ള വീടുകളെ നന്നായി ബഹുമാനിക്കണം. അപശബ്ദങ്ങൾ ആ വീട്ടിലോ ആ റൂമിലോ മുഴങ്ങരുത്. ഖുർആൻ നമുക്ക് അനുകൂലവും പ്രതികൂലവും 2 നിലക്കും സാക്ഷിയുണ്ട്. വൽ ഖുർആനു ഹുജ്ജത്തുൽ ലക ഔ അലൈക. ഹദീസിലുണ്ട് ഖുർആൻ ഒന്നുകിൽ നിനക്ക് അനുകൂല സാക്ഷിയാണ്, അല്ലെങ്കിൽ പ്രതികൂല സാക്ഷിയാണ്. ആ ഖുർആനിനെ മുന്നിൽ വെച്ച് ഖുർആൻ നിന്റെ ഷെൽഫിൽ വെച്ച് നീ തുറന്നു നോക്കാതെ അതങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കൊണ്ടുപോയി വെച്ചതാണെങ്കിൽ ഖുർആൻ നിനക്ക് പ്രതികൂല സാക്ഷിയാണ്. നീ അത് ഉപയോഗപ്പെടുത്തണം. മറിച്ചു നോക്കി ഓതണം. ഖുർആൻ അവിടെ ഉണ്ടായിട്ടും നിന്റെ മൊബൈൽ ഓത്ത് അല്ല നീ ഉപയോഗിക്കേണ്ടത്. മുസ്ഹഫ് നോക്കി ഓതുന്ന ഓത്താണ് ഇബാദത്തിൽ ഏറ്റവും നല്ല ഇബാദത്ത്. അത് നീ ഉപയോഗപ്പെടുത്തണം. സുബ്ഹാനല്ലാഹ്. ഖുർആനിന് എതിരായ ഒരു ശബ്ദം അവിടെ പുറപ്പെടുവിച്ചാൽ അത് ഉപകരണങ്ങളിലൂടെയാകട്ടെ, ഖുർആൻ നിനക്ക് പ്രതികൂല സാക്ഷിയാണ്. നേരെ ഷെൽഫിൽ ഖുർആൻ ഇരിക്കുന്നു, നിന്റെ കബോർഡിൽ ഖുർആൻ ഇരിക്കുന്നു, അലമാരയിൽ ഖുർആൻ അതാ വെച്ചിട്ടുണ്ട് ഭംഗിയോടെ. താഴെ നിന്റെ ഉപകരണത്തിലൂടെ നീ കോമഡിയാ കാണുന്നത്, സിനിമ കാണുന്നു, നാടകം കാണുന്നു, കാണാൻ പറ്റാത്ത ദൃശ്യങ്ങൾ കാണുന്നു, കേൾക്കാൻ പറ്റാത്തത് കേൾക്കുന്നു. ഖുർആൻ നിനക്ക് അനുകൂല സാക്ഷിയല്ല, പ്രതികൂല സാക്ഷിയാണ്. നീ ഖുർആനിനെ വേണ്ടതുപോലെ ബഹുമാനിക്കാത്തതിന് അനുകൂലമായിട്ട് സാക്ഷി നിൽക്കും, അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് സാക്ഷി നിൽക്കും. ഖുർആനിനോട് ബഹുമാനക്കേട് ചെയ്തത് കൊണ്ട് പ്രതികൂലമായി സാക്ഷി നിൽക്കും. സുബ്ഹാനല്ലാഹ്. ഖുർആനിനോട് നല്ല ബഹുമാനം കാണിക്കണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ആ പരിശുദ്ധ ഖുർആൻ മറിക്കുന്നിടത്ത് വരെ ഉമിനീര് തൊട്ടുകൊണ്ട് ഖുർആൻ മറിക്കാൻ പാടില്ല. ഉമിനീര് തെറിക്കും വിധം ഖുർആനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഓതാൻ പാടില്ല. ഉമിനീര് തെറിക്കാത്ത വിധം ഖുർആൻ നോക്കി ഓതണം. ഖുർആൻ ഒന്നുകിൽ നിന്റെ കയ്യിലോ നിന്റെ മടിയിലോ ഉയർന്ന സ്ഥലത്തോ വെക്കണം. അതേ ഒന്നുമില്ലാതെ ഒന്നും വിരിക്കാതെ ടേബിളിന്റെ പുറത്ത് അങ്ങനെ ഖുർആൻ കൊണ്ടുപോയി വെക്കരുത്. ഖുർആൻ വെക്കുമ്പോൾ എന്തെങ്കിലും ഒന്നവിടെ വിരിക്കണം. അത് നീ ചവിട്ടി നിസ്കരിക്കുന്ന മുസല്ലയാകരുത്. നിന്റെ തലയിൽ ഇടുന്ന ഒരു ഷാളാണെങ്കിൽ കുഴപ്പമില്ല. നിന്റെ കാല് ചവിട്ടുന്ന മുസല്ലയിൽ ഖുർആൻ വെക്കരുത്. മൗലൂദിന്റെ ഏടും ഖുർആനൊക്കെ വെക്കാൻ നേരെ തലയണിന്റെ മേലെ കൊണ്ടുവന്നിടുന്നത് എന്താ? മുസല്ല. അത് കാല് ചവിട്ടുന്ന സാധന അല്ലേ?
മുസല്ലന്റെ ഒരു ഭാഗത്ത് കാലി വിട്ടാക്കും, അതല്ല വെക്കേണ്ടത്. എന്തെങ്കിലും നല്ല ശുദ്ധിയുള്ള ഒരു വിരിപ്പ്, അതൊരു ഓയൽമുണ്ടോ അല്ലെങ്കിൽ ഒരു ഷാളോ എന്തെങ്കിലും. ഖുർആൻ എടുക്കുമ്പോൾ ഒന്ന് ചുംബനം നടത്തൽ സുന്നത്താണ് എന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഖുർആൻ ഓതിക്കഴിഞ്ഞ് തിരിച്ചു വെക്കുമ്പോഴും അങ്ങനെ ഒരു ബഹുമാനം സ്വീകരിക്കണം. ഖുർആൻ ഓതിക്കഴിഞ്ഞിട്ട് എപ്പോഴും ദ്വാരക്കണം. ഖുർആൻ ഓതിക്കഴിഞ്ഞ് ദ്വാരക്കലുണ്ട്, എപ്പോഴും ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ദ്വാരക്കുന്ന നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി. പിന്നെ നമ്മൾ എന്ത് ദുആ പഠിച്ചത്? തങ്ങൾ എന്താ ദ്വാരുന്നിരുന്ന ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈതഹു ബിനഫ്സിക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജഅലൽ ഖുർആനൽ അദീമ റബീഅ قلبي ونور صدري وجلاء حزني وذهاب همي وغمي. പെടാനൊന്നും ബാക്കിയില്ല. അല്ലാഹുവേ, നിന്റെ നഫ്സിന്, നിന്റെ ദാത്തിന് നീ വെച്ച എല്ലാ ഇസ്മുകളെ കൊണ്ടും നിന്നോട് ഞാൻ ചോദിക്കും. അത് എത്രയെന്നുള്ളത് എനിക്ക് പറയാൻ കഴിയും. അല്ലാഹുവിന്റെ ദാത്തിന് അല്ലാഹു വെച്ച ഇസ്മുകൾ എത്രയാണ് പറയാൻ കഴിയൂല. നമുക്കത് കണക്കാക്കാൻ കഴിയില്ല ആ ഇസ്മുകളെ കൊണ്ടൊക്കെ. അല്ലെങ്കിൽ ആ ഇസ്മു നിന്റെ കിതാബിലൂടെ നീ പഠിപ്പിച്ചു, അല്ലെങ്കിൽ നിന്റെ ഇൽമിൽ നീ അത് രഹസ്യമാക്കി സൂക്ഷിച്ചു വെച്ചു, അല്ലെങ്കിൽ സ്പെഷ്യൽ ആളുകൾക്ക് നീ പഠിപ്പിച്ചു. അതുകൊണ്ടൊക്കെ നിന്നോട് ചോദിക്കുന്നു, ഈ ഖുർആനിനെ റബീഅ ഖൽബി, എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണം. എന്റെ ഹൃദയത്തിന് ഒരുപാട് വിഷമങ്ങൾ, ടെൻഷൻ, ഹൃദയത്തിന് നല്ല സന്തോഷം, ഖൽബിന് അമലെടുക്കാനും ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ചെല്ലാനും നല്ല കാര്യങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടാകണം. ഖൽബിന് ഒരു മടുപ്പുണ്ടാകാൻ പാടില്ല. മനസ്സിന് മടുപ്പുണ്ടായാൽ പിന്നെ എത്ര നിസ്കരിച്ചിട്ടും നോമ്പോറ്റിട്ടും ഖുർആൻ ഓതിയിട്ട് ദിക്ർ ചൊല്ലിയിട്ട് മധുരം കിട്ടൂല. റബീഅ ഖൽബി, ബേജാറൊക്കെ മാറിയിട്ട് ഒന്ന് അമൽ ചെയ്യാനുള്ള നല്ല സന്തോഷം, അതിനാണ് ആദ്യ എന്റെ സ്വദറിന്റെ നൂറാക്കി തരണം. അഥവാ എന്റെ ഈമാന് കെട്ടുപോകരുത്. എന്റെ ഹൃദയത്തിൽ നീ തന്ന ഒരു വെളിച്ചമുണ്ടത് ഈമാനാണ്. അത് ഈ ഇസ്മുകളെ കൊണ്ടൊക്കെ ഞാൻ ചോദിക്കുന്നു, ഈമാന് നിലനിർത്തി തരണം. എന്റെ വിഷമങ്ങൾ മുഴുവനും നീക്കി തരണം. എന്റെ ടെൻഷനൊക്കെ മാറ്റി തരണം. പടച്ചോനെ, ഞാൻ എന്റെ മനസ്സിൽ നേരത്തെ വന്ന വിഷമം, ഇനി എന്തെങ്കിലും വിഷമങ്ങൾ വരാനുണ്ടെങ്കിൽ അതും മറ്റൊരു വഴിക്ക് നീ പോക്കിയിട്ട് എന്റെ ഖൽബിൽ നല്ല സന്തോഷം തരണം. ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദുഃഖമുണ്ട്, ആ ദുഃഖം നീ മാറ്റിയിട്ട് നല്ല ഫത്ഹ് തരണം. നിങ്ങൾ 2 പേജല്ല 3 പേജല്ല ഒരു സൂറത്തല്ല, എപ്പോ ഓതിയാലും ഈ ദുആ. അങ്ങനെ ഖുർആൻ ഓതിയാൽ ദ്വാരക്കുന്ന നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അതൊരു ബഹുമാനാണ്. ഖുർആൻ ഖത്മ് തീർത്താൽ ഒരു സദ്യ കൊടുക്കൽ സുന്നത്താണ്. വലീമത്ത് സുന്നത്താണ്. കല്യാണത്തിന് മാത്രമല്ല വലീമത്ത് 10 എണ്ണമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വലീമത്താണ് ഖത്മുൽ ഖുർആന്റെ വലീമത്ത്. അതിന് റമദാൻ ആകണ്ടേന്നല്ലേ? ഖുർആന് 40 ദിവസത്തിലേറെ ഖത്മ് ബിന്ദിക്കുന്ന കറാഹത്തല്ലേ? 40 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ സൗകര്യത്തിന് വെച്ചതല്ല, ഉമ്മമാരുടെ സൗകര്യത്തിന് കൂടി കണക്കാക്കി വെച്ചത്. കാരണം അവർക്കൊരു മാസം 30 ദിവസം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ ജുസ് ഒപ്പിക്കാൻ കഴിയൂല. അതുകൊണ്ടൊരു 40 ദിവസം എന്നാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അതിനേക്കാളേറെ ഖത്മ് ബിന്ദിക്കുന്നത് കറാഹത്താണ്. ഒരു ഖത്മായി കഴിഞ്ഞാൽ മക്കളെയും കുടുംബങ്ങളെയും എല്ലാവരെയും കൂട്ടിയിട്ട് ദ്വാരക്കണം. ഖത്മുൽ ഖുർആന്റെ ദുആ ഇജാബത്തുള്ള ദുആ. അതിന് ഒരു സദസ്സ് തന്നെ സംഘടിപ്പിച്ച ഒരു സയ്യിദിനെ തന്നെ കൊണ്ടുവരുന്നില്ല. പഴയ കാലത്ത് ഉമ്മമാർ ചെയ്തിരുന്ന എങ്ങനെയെന്നറിയോ? അവർക്കൊരു നല്ല ദുആയിന് ഇജാബത്ത് കിട്ടാൻ വേണ്ടി പള്ളിയിൽ ഉസ്താദിനോട് അസറിന് വീട്ടിലേക്ക് വരാൻ പറയുന്നു. ഒരു ഖത്തം ദ്വാരക്കാനാണ്. അത് കേട്ടുകേൾവിന്നല്ലോ. മിസ്താമാർക്ക് എന്തേ പരിപാടി ഉണ്ടായിക്കോട്ടെ. ഒരു ഖത്തമ് ദ്വാരക്കാൻ വേണ്ടി വരാൻ. അങ്ങനെ ഖത്തമ് ദ്വാരക്കാൻ വേണ്ടി വരാൻ പറയുമ്പോ എന്റെ വല്യമ്മൊക്കെ പറഞ്ഞ ഓർമ്മയില് ഞാനീ പറയുന്നത്, ഖത്തമ് ദ്വാരക്കാൻ വേണ്ടി വരാൻ പറയുമ്പോ അലംതറ കൈഫ മുതൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഓതും. ഈ ഉസ്താദ് ഓതും, ഉള്ളിന്ന് വല്യമ്മ ഓതും, കുടുംബക്കാരൊക്കെ ഓതും. എന്നിട്ടൊരു ഖത്തം ദ്വാരം, ഒരു ചെറിയ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സന്തോഷത്തിന് അതും കൊടുക്കും.
വലീമത്ത് സുന്നത്താണ്. ഖുർആൻ ഹിഫ്ളാക്കുമ്പോ ഒരു വലീമത്ത്. നമ്മളൊക്കെ പഠിച്ചോട്ട് അങ്ങനെ അന്ന് കുടുംബക്കാരൊക്കെ വരും, പരിചയക്കാരൊക്കെ വരും. ഖുർആൻ ഹിഫ്ള് പൂർത്തിയാകണം അന്നൊരു വലീമത്ത്. ഒരു സദ്യ, ഒരു സന്തോഷത്തിന് ഖുർആൻ ഖത്മ് തീർക്കുമ്പോ ഒരു വലീമത്ത് സുന്നത്ത്. ആകെ നിലനിൽക്കുന്ന വലീമത്ത് ആകെ 2-3 ഉള്ളൂ. 10 ഉണ്ട്. 10 നടത്താൻ കഴിയാത്തൊന്നല്ല നമ്മളെ ആളുകൾ. 10 നടത്താൻ കഴിയും. പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നല്ലേ ഖത്മുൽ ഖുർആന്റെ വലീമത്ത്. അതെങ്കിലും നമ്മൾ നടത്തണം. ഖത്മുൽ ഖുർആൻ നടക്കുന്ന സമയത്ത് മക്കളെല്ലാവരെയും കൂട്ടിയിട്ട് ദ്വാരക്കാൻ പോയിരുന്ന മഹാനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അത്ര മക്കൾ നിങ്ങളുടെ നാട്ടിൽ ആർക്കും ഇല്ലല്ലോ? ഇവിടെ ആർക്കും 20 മക്കളുണ്ടോ? 10 കേൾപ്പുണ്ടായിരുന്നു. 20 ഉണ്ടോ? ഇല്ല. 10 ഇപ്പൊ കുറവാണല്ലേ? ഇനിയിപ്പൊ ഞാൻ മക്കളെ കൊടുക്കട്ടെ എന്ന് വേറെ നിങ്ങൾ ആമീൻ പറയില്ല. എന്റെ ഭാവിയും ബോധവും വർത്തമാനൊക്കെ ചിന്തിച്ച് ആമീൻ പറയുള്ള ആൾക്കാർ ഇരിക്കട്ടെ. ഞാൻ പറയുന്നത് ഏറ്റവും തോന മക്കളുള്ള സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു. ആ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് സന്താനത്തിലും സമ്പത്തിലും ബർക്കത്തിലും നിബിധങ്ങൾ ദ്വാരുന്നിട്ട് എത്ര മക്കളെയാണ് അല്ലാഹു നൽകിയത്? സ്വന്തം നൽകിയ മക്കൾ തന്നെ 120-ലധികം ഉണ്ട് എന്നാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അൽ-ഇസ്വാബയിൽ രേഖപ്പെടുത്തി. 120-ലധികം മക്കളുണ്ട്. പേരക്കുട്ടികളല്ല. അനസ് റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടം പോലെ സമ്പത്ത് ഉണ്ടായിരുന്നു. മഹാനവറുകളുടെ സമ്പത്ത് ചെലവഴിച്ചിരുന്ന ഒരു പോയിന്റ് എന്താന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കൂലിക്കാരൻ ആരാണ്? സ്വഹാബിമാർക്കിടയിൽ ഖത്മ് തീർക്കുന്ന ആളെ കണ്ടെത്താൻ വേണ്ടി ഒരു കൂലിക്കാരൻ. ആരാണ് ഖത്മ് തീർക്കുന്നത് കണ്ടെത്താൻ. ഇതൊരു കെട്ടുകഥ പറയല്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഖത്മ് വിശദീകരിച്ചെടുത്ത് പറഞ്ഞാണ്. എന്നിട്ട് വന്ന് പറയും, മറ്റയാളെ ഖത്മ് നാളെ തീരും, മറ്റന്നാ തീരും. അപ്പൊ ഈ മക്കളെല്ലാരും കൂട്ടിയിട്ട് അങ്ങോട്ട് ചെല്ലും. എന്തില്? ഖത്മുൽ ഖുർആൻ ദുആക്ക് പങ്കെടുക്കാൻ. ഖത്മുൽ ഖുർആന്റെ ദുആ ഇജാബത്തുണ്ട് എന്ന് ഉറപ്പാണ് എന്ന് നമ്മൾ പഠിപ്പിച്ചതാരാ? സയ്യിദുനാ റസൂലുള്ളാഹി. അത് പരിഗണിച്ച് കാണിച്ചു തന്നതാണ് സ്വഹാബിമാർ. മക്കള് നന്നാകണ്ടേ? മക്കള് നന്നാകാന് നല്ല സദസ്സുകളിലേക്കും നല്ല സ്ഥലങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകണം. അത് വാപ്പാരൊരു ബാധ്യതയാണ്. സുബൈക്ക് നിസ്കരിക്കാൻ പോകുന്ന വാപ്പമാര് പള്ളിയിലേക്ക് വരാൻ പറ്റിയ മക്കളെല്ലാവരെയും പള്ളിയിലേക്ക് കൊണ്ടുപോകണം. തെക്കിലീഫെത്തിയവരെ ഏതായാലും കൊണ്ടുപോകണം. അങ്ങനെയാണ്. പുതിയാപ്പിളാരൊക്കെ സൽക്കാരത്തിന് വന്നാൽ കുറച്ചുകൂടി നേരത്തെ വിളിക്കണം. ചിലപ്പോൾ വിളിക്കാറുണ്ടാവും. അല്ല, ഉള്ള പോലെ പറയാം. ബുദ്ധിമുട്ടൊന്നുമില്ല അതിന്. ഓരോ വാതിലും സുബഹിന്റെ വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് മുട്ടി വിളിച്ചിരുന്ന മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. എങ്ങനെ മുട്ടി വിളിച്ചിരുന്നത്? അങ്ങനല്ല വിളിച്ചിരുന്നത്. ഒരു റൂമിന്റെ അടുത്ത് പോയിട്ട് മഹാനവറുകൾ ഓതും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. ഒരൊറ്റ വട്ടം ഓതുമ്പോഴേക്ക് ആ റൂമിലുള്ളവർ എഴുന്നേറ്റു. അടുത്ത റൂമിന്റെ അടുത്ത് പോയി അവിടെ ഓതുന്നു. അടുത്ത റൂമിന്റെ അടുത്ത് പോയി അവിടെ ഓതുന്നു. എല്ലാ റൂമിലും ആളുകൾ എഴുന്നേറ്റാൽ മഹാനവറുകൾ പള്ളിയിലേക്ക് പോകുന്നു. പള്ളിയിൽ എത്തി ഒരു അല്പസമയം കഴിയുമ്പോഴേക്ക് സുബഹിന്റെ വാങ്ക് വിളിച്ചുപോയി. സുബഹി നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ റളിയല്ലാഹു അൻഹു വലത്തോട്ടും ഇടത്തോട്ടും ഒന്ന് തിരിഞ്ഞു നോക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുണ്ടോ? ഉബൈദുല്ലാഹി ഇബ്നു ഉമർ ഉണ്ടോ? മക്കളെയാണ് എണ്ണം നോക്കുന്നത്. ഏതെങ്കിലും ഒരാൾ കുറവ് കണ്ടാൽ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അന്വേഷിക്കും, മറ്റേയാൾ എവിടെ പോയി. എല്ലാ മക്കളെയും പരതും നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന നേരത്ത് നിങ്ങൾ നോക്കുക, അവരുടെ ശ്രദ്ധ എത്രമാത്രം വലുതാണ്. ഖുർആന്റെ മജ്ലിസിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മക്കളെ കൊണ്ടുപോയിരുന്നത് പരിശുദ്ധ ഖുർആനിനോട് അവർ കാണിച്ചിരുന്ന ഒരു ആഭിമുഖ്യമാണ്. നിങ്ങളെ നാട്ടുകാരെന്താ ചോദിക്കുക? ഞാൻ നോക്കട്ടെ. നിങ്ങളെ നാട്ടിൽ ചോദിക്കണ ചോദ്യങ്ങൾക്ക് അറിയോ? എന്താ ചോദിക്കുക? ഖത്മുൽ ഖുർആൻ മജ്ലിസിൽ ഒരു പോസ്റ്റർ കണ്ടു എന്താ ചോദിക്കുക? നിങ്ങൾക്ക് ആർക്കും അറിയില്ല? ചോറുണ്ടോ? അതാപ്പ ഖത്മുൽ ഖുർആൻ ദുആ മജ്ലിസിന്റെ അർത്ഥം. ചോറ് കൊടുക്കാനാ? അപ്പൊ ഉസ്താദ് നിങ്ങളല്ലേ പറഞ്ഞു വലീമത്ത് സുന്നത്താണ്. നമുക്ക് ഓരോരുത്തർക്കും ഇല്ല സുന്നത്ത്. അവിടെ നടത്തുന്ന ആൾക്കാർക്ക് മാത്രാണോ?
വലിയൊരു സുന്നത്തല്ലേ. ജീവിതത്തിൽ പലപ്പോഴും ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് ആമീൻ ഉറക്കെ പറഞ്ഞാണ് അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇഷ്ടംപോലെ പൈസക്കാരുള്ള നാടാണ് ഈ വളയിൽ. ഇഷ്ടം പോലെ പൈസക്കാരിലാണ്. കണക്കില്ലാത്തത്ര പൈസ അള്ളാഹ് തന്നിട്ടില്ല. അതിങ്ങനെ കുറെ സുന്നത്തിന് വേണ്ടി ചെലവഴിച്ചു. എന്താ ആമീൻ പറയാൻ വേണ്ടി അള്ളാഹു തൗഫീഖ് തരട്ടെ. ഓരോ മാസം ഓരോ ഖത്ം ഇങ്ങനെ തീർക്കുമ്പോ ഒരു ദുആഇന് 2-3 ആൾക്കാരെ വിളിച്ചൊരു ചെറിയ ഭക്ഷണം ഉണ്ടാക്കി. എത്ര വലിയ പണിയുണ്ടോ? നല്ലതല്ലേ ഒരു ഖത്മുൽ ഖുർആൻ? സുന്നത്തല്ലേ അത്? മറ്റുള്ളവരൊന്നും നടത്താത്ത ഒരു സുന്നത്ത് നമ്മൾ നടത്തിയെന്നാവുമ്പോ നമുക്കൊരു പരിഗണന കിട്ടൂലേ? സ്വഹാബിമാർക്കിടയിൽ പലരും ചെയ്യാത്ത ഒരു സുന്നത്ത് കൊണ്ട് ശ്രദ്ധ നേടിയ മഹാനല്ലേ ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ബിലാൽ നിങ്ങളെ കാല് ബൂട്ടിട്ട് നടക്കുന്ന, ചെരുപ്പിട്ട് നടക്കുന്ന ശബ്ദം ഇന്നി സമീതു ദുഫൻ അലൈക ഫിൽ ജന്നതി യാ ബിലാൽ. ബിലാലേ, നിങ്ങളെ കാല്, 2 കാലും ചെരുപ്പിട്ട് ഇങ്ങനെ ചവിട്ടി നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടല്ലോ സ്വർഗ്ഗത്തിൽ. എന്താണ് അതിന്റെ കാരണം? ബിലാൽ റളിയല്ലാഹു അൻഹു മറ്റു സ്വഹാബിമാരൊന്നും പതിവാക്കാത്ത ഒരു പതിവ് മഹാനവർകൾക്കുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്താലും 2 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു സുന്നത്ത് എനിക്ക് പതിവുണ്ട് നബിയേ. ആ ഒരു പ്രത്യേക പതിവുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് എവിടെയാണ്? സ്വർഗ്ഗത്തിൽ ഇസ്രാ മിഅ്റാജ് നടക്കുന്ന സമയത്ത് സ്വർഗ്ഗം അല്ലാഹു തആല ശരിക്കും മുത്തുനബി തങ്ങൾക്ക് കാണിച്ചു കൊടുത്തപ്പോ സ്വർഗ്ഗത്തിലൂടെ ബിലാൽ റളിയല്ലാഹു അൻഹു നടക്കുന്നത് കാണുന്നു. നല്ല സന്തോഷത്തോടെ. കൊരന്റെ ഉള്ളിലൊക്കെ നമ്മൾ ചെരുപ്പിടുമല്ലോ അല്ലേ? കാലിന് ചില ആൾക്കാർക്ക് തണുപ്പൊക്കെ പറ്റാതെ നല്ല ഹൈ ലെവലിൽ ഇങ്ങനെ നടക്കുന്നതാ കണ്ടത്. അതാ പറഞ്ഞ നിങ്ങളെ ചെരുപ്പിന്റെ കൊട്ടിയടി ശബ്ദം ഞാൻ അവിടെ വെച്ച് കേട്ടല്ലോ. പ്രത്യേക സുന്നത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പതിവിൽ. അങ്ങനെ പലർക്കും പ്രത്യേക പതിവുകളുണ്ട് സുന്നത്തിൽ. നമ്മളും കുറെ സുന്നത്തുകൾ പതിവാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സമയങ്ങളെ നന്നായി ബഹുമാനിക്കണം. സമയങ്ങൾ എല്ലാം ഒരുപോലെയല്ല. സമയങ്ങളെ പ്രത്യേകം ബഹുമാനിക്കണം. സമയങ്ങളെ കൂട്ടത്തിൽ രാവിനും പകലിലും നോക്കുകയാണെങ്കിൽ രാത്രിക്കാണ് വലിയ മഹത്വം. രാത്രിക്കാണ് വലിയ മഹത്വം. 24 മണിക്കൂറിൽ ഏറ്റവും അഫ്ളലായ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിനാണ് നമ്മളെ വാദ നേരത്തെ തുടങ്ങിയത്, നേരത്തെ നിർത്തും ചെയ്യും. 24 മണിക്കൂറിൽ വാദ തുടങ്ങിയാലും കഴിഞ്ഞാലും നിസ്കാരം കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് ഉറങ്ങണം. വാദിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഉറങ്ങാൻ 2 മണി 3 മണി ആകരുത്. അല്ലാതെ തന്നെ ഉറങ്ങാൻ 1 മണി ആകുന്നുണ്ട്. ഈ വാദിന്റെ പേരും കൂടി പറഞ്ഞ് 2 മണി 3 മണി ആകരുത്. 24 മണിക്കൂർ ഏറ്റവും അഫ്ളലായ സമയം വഖ്തുസ്സഹർ, അത്തായ സമയമാണ്. അത്തായ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ദുആഇന് ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയമാണല്ലോ അത്തായ സമയം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണത് അത്തായത്തിന്റെ നേരത്താണ്. അതുകൊണ്ട് 24 മണിക്കൂറിൽ ആ മണിക്കൂറിന് ഏറ്റവും വലിയ ബഹുമാനം അല്ലാഹു നൽകി. സുബ്ഹിന്റെ മുമ്പുള്ള തൊട്ടടുത്തൊരു മണിക്കൂറിനാണ് ഏറ്റവും വലിയ ബഹുമാനം. ആ സമയത്ത് കുറഞ്ഞ സമയമെങ്കിലും എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും നിസ്കരിച്ച് ഒരു 2-3 മിനിറ്റെങ്കിലും ദുആ ചെയ്യുന്ന ഒരു പതിവുണ്ടാകണം. 70 ഇസ്തിഗ്ഫാർ എന്നും സുബ്ഹി വാക്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ചൊല്ലി പതിവാക്കിയിരുന്ന സഹാബിയാണ് മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യും. ദുആ ചെയ്തു കഴിഞ്ഞാൽ 70 തവണ ചൊല്ലും അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഇസ്തിഗ്ഫാറിനും ദുആഇനും ഏറ്റവും ഉത്തരമുള്ള സമയം, ഉത്തരം മഹാനവർകൾക്ക് കിട്ടിയ സമയവും അത്താഴത്തിന്റെ നേരത്താണ്. ആ അത്താഴങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠത കൂടിയ അത്താഴമാണ് വെള്ളിയാഴ്ച രാവ്. വെള്ളിയാഴ്ച രാത്രിയിലുള്ള അത്താഴമില്ലേ, ആ സമയം നന്നായി പരിഗണിക്കണം. ഒരു സമയവും നിനക്ക് പരിഗണിക്കാനില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു അത്താഴമെങ്കിലും നീ പരിഗണിക്കണം. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം തന്റെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാകാൻ ദുആ ചെയ്തത് ആ അത്താഴത്തിന്റെ നേരത്താണ്. ആ മക്കള് ചെറിയ കുരുത്തക്കേടൊന്നല്ല വാപ്പാനോട് കാണിച്ചിരുന്നത്. അതും കുറഞ്ഞ കാലം നല്ല കുരുത്തക്കേട് കാണിച്ചു നടന്നത്. നീണ്ട 80 വർഷക്കാലം. ആ മക്കൾ ആ നേരത്തുള്ള ദുആ കൊണ്ട് അല്ലാഹു തആല നന്നാക്കിയിട്ട് ഔലിയാക്കളെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തിയിട്ടുണ്ട്.
മക്കൾക്കൊക്കെ കുറ്റബോധം വന്നു. നമ്മൾ ചെയ്തിരുന്ന കുറ്റം ചെയ്തിരുന്ന സ്വന്തം സഹോദരനെയാണ് മിസ്റിലെ കൊട്ടാരത്തില് അസീസ് രാജാവ് നല്ല പദവിയിലിരുത്തിയിട്ട് ബഹുമാനിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ തവണ റേഷൻ വാങ്ങി തിരിച്ചു വരുമ്പോ മക്കള് പറഞ്ഞു, ഉപ്പാ ഞങ്ങൾക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു. തുടക്കത്തിൽ നിങ്ങളോട് ഞങ്ങൾ വന്ന് നുണ പറഞ്ഞു, യൂസുഫിനെ ചെന്നായ ഭക്ഷിച്ചു എന്ന്. ഏറ്റവും വലിയ അപരാധമാണ് മാതാപിതാക്കളോട് നുണ പറയുക എന്നത്. മാതാപിതാക്കളോട് നുണ പറയുക എന്നുള്ളത് മക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ്, ബഹുമാനക്കേടാണ്. ശേഷം തെരഞ്ഞു നോക്കാൻ വേണ്ടി പറയുമ്പോഴും മക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ആഗ്രഹിച്ചുകൊണ്ട് ഉപ്പ കരയുമ്പോ കരഞ്ഞ് നിങ്ങളെ കണ്ണിന്റെ കാഴ്ച പോകും എന്നല്ലാതെ പരിഹാരമൊന്നും ഉണ്ടാകൂല എന്ന് മക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആ മക്കളോടൊപ്പം ജീവിക്കുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് തെരയാൻ വേണ്ടി പറഞ്ഞു വിട്ട മൂന്നാമത്തെ തവണ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ട് അനുഭവിച്ച് തിരിച്ചു വന്ന സഹോദരങ്ങൾ പറയുന്നു, യാ അബാനാ ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. ഞങ്ങളുടെ ഉപ്പ ഒരുപാട് വൈകല്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. ഞങ്ങൾക്ക് പാപമോചനത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഉപ്പ പറഞ്ഞു, മക്കളെ സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാപമോചന പ്രാർത്ഥന നടത്തും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു കൂടുതൽ പൊറുക്കുന്നവനും കാരുണ്യം ചൊരിയുന്നവനുമാണ്. അതൊരു വെള്ളിയാഴ്ച രാവാണ് ആ എഴുന്നേറ്റത് എന്ന് തഫ്സീറിൽ കാണാം. വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നലെ രാത്രി സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റു 10 മക്കളെയും വിളിച്ചുണർത്തിയിട്ട് അത്താഴത്തിന്റെ നേരത്ത് ഉപ്പ മനന്തൊന്ന് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ എന്റെ മക്കൾ എന്നോട് അപരാധം ചെയ്തു. സ്വന്തം സഹോദരനെ 16ാമത്തെ വയസ്സിൽ എന്നിൽ നിന്ന് അടർത്തിയെടുത്തു കൊണ്ടുപോയി ഒട്ടക്കിണറ്റിൽ അവര് വലിച്ചെറിഞ്ഞു. ഇതാ 10-25 വർഷം കഴിഞ്ഞപ്പോ എന്റെ മകനെ കണ്ടു എന്ന വാർത്ത അവര് വന്ന് പറഞ്ഞിരിക്കുന്നു. അവരെ നീ നന്നാക്കണേ അല്ലാ, പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാ. ചെയ്തപ്പോ ഈ 10 മക്കളെയും സ്വാലിഹീങ്ങളായ നിലയ്ക്ക് ജീവിക്കുന്ന ജീവിതം അനുഭവിക്കാൻ 25 കൊല്ലത്തെ ആയുസ് കൂടി യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു നീട്ടിക്കൊടുത്തു. പിന്നെ 25 കൊല്ലം താമസിച്ചത് അസീസ് രാജാവിന്റെ കൊട്ടാരത്തിലാണ്. എല്ലാവരും കൂടി താമസിച്ചത് അവിടെയാണ്. ആ ഒരു വെള്ളിയാഴ്ച രാത്രിയിലെ ഉത്തരം കിട്ടിയത് കൊണ്ട് ചരിത്രത്തിൽ കാണാം. പിന്നൊരു വെള്ളിയാഴ്ച രാത്രി അത്താഴത്തിന്റെ നേരത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാം വഫാത്ത് വരെ ഒരൊറ്റ വെള്ളിയാഴ്ച രാവ് ഒഴിവാക്കിയിട്ടില്ല. അത്താഴത്തിന്റെ നേരത്ത് മഹാനവറുകൾ എഴുന്നേറ്റ് ദ്വാരക്കും. അതുകൊണ്ട് നമ്മളും ദ്വാരക്കണം. നമ്മളെ മുറാദുകൾ ഹാസിലാകാൻ പരിഗണിക്കണം. നമ്മൾ ഇങ്ങനെ സുഖശുദ്ധിയിൽ ഉറങ്ങിയാ പോരാ. വാങ്കും കേട്ടിട്ട് എന്നും ഇങ്ങനെ എഴുന്നേൽക്കുന്ന ആളുകളാകരുത്. പുതപ്പൊന്നും പുതക്കാതെ, വിരിപ്പൊന്നും വിരിക്കാതെ, മെത്തയൊന്നും ലഭിക്കാതെ തനി പലകയിലും മരത്തിന്റെ ചില്ലയുമായി വിശ്രമിക്കുന്ന വലിയ ബഹുമാനമുള്ള ഒരു ജീവിയുണ്ട് നമ്മുടെ പരിസരങ്ങളിലൊക്കെ. സുബ്ഹിന്റെ മുമ്പ് തന്നെ തസ്ബീഹ് ചൊല്ലുന്ന ഒരു ജീവിയുണ്ട്. ഓടി സുബ്ഹിന്റെ മുമ്പ് തന്നെ വിളിച്ചുണർത്തുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് തസ്ബീഹ് ചൊല്ലിയിട്ട്. അതുകൊണ്ടാണ് മകനോട് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചത്, ലാ തകുൻ അജസ മിനദ്ദീക്, കോഴിയെക്കാളും നീ നിർബലനാകരുത് മോനെ. ഫഇന്നഹു യുസബ്ബിതു ബിൽ അസ്ഹാർ, അത്താഴത്തിന്റെ നേരത്ത് തസ്ബീഹ് ചൊല്ലുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. വാനലോകത്തുള്ള ഇസ്തിഗ്ഫാറിന്റെ തസ്ബീഹിന്റെ ശബ്ദം കേട്ടിട്ടാണോ ഭൂമിയിലുള്ള കോഴികൾ കൂവുന്നത് എന്നാണ് ഹദീസിലുള്ളത്. ഒരു കോഴി കൂകുമ്പോ അതാ തൊട്ടപ്പുറത്തുള്ള കോഴിയും കൂകുന്നു. ഒരു 4 മണിക്ക് നിങ്ങൾ എഴുന്നേറ്റ് നോക്കൂ. ഈ പരിസരത്തുള്ള പോറ്റുന്ന കോഴികളാരും പോറ്റല്ലേ? ഉണ്ടല്ലേ? അൽഹംദുലില്ലാ. കോഴികളെ പോറ്റണോ? സുന്നത്താണ്. കോഴികളെ പോറ്റുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വാലിന്റെ നാടൻ കോഴി കിട്ടാൻ വേണ്ടി പറഞ്ഞല്ല, അല്ലെങ്കിലും റെഡിയാക്കി തരും. അതല്ല വിഷയം. കോഴികളെ പോറ്റുന്ന സുന്നത്താണ് സംഗതി. ചില ആൾക്കാർ അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഒന്ന് കാഷ്ടിച്ച് ഇവിടെ ഒന്ന് അവിടെ കൊത്തി, അതൊന്നുമില്ല. അതൊക്കെ ഒന്ന് നിയന്ത്രിച്ചാൽ മതി. എല്ലാത്തിനും പിന്നെ കുറെ കാര്യം സഹിക്കണം. മക്കളെ പോറ്റുന്നത് അതിനേക്കാളും
വലിയ കാര്യം സഹിക്കണ്ടേ. അതേപോലെ കോഴിനെ പോറ്റിടത്തുണ്ടാവും, ഓരോന്നിനും ഓരോ സാധനം വേണ്ടി വരും. ആ കോഴി സുബഹിന്റെ മുമ്പ് തന്നെ എഴുന്നേൽക്കും. നമ്മളോ എന്തെല്ലാം സുഖത്തിലാ കിടക്കുന്നത്. നമ്മൾ ആദ്യ ആഗ്രഹം എന്തായിരുന്നു? ഒരു നല്ല സൗകര്യമുള്ള വീടൊക്കെ ഉണ്ടെങ്കിൽ സുബൈന്റെ മുമ്പൊക്കെ തന്നെ എഴുന്നേറ്റ് വലിയ താല്പര്യം. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ നമ്മളെ മനസ്സിൽ വന്നൊരു AC റൂമൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് സുബൈന്റെ ഇത് സൗകര്യം അല്ലാഹു തആല നോക്കുമ്പോ നന്ദി കുറയല്ലേ. മനുഷ്യന്മാർക്ക് സൗകര്യം ഇങ്ങനെ കൂട്ടി തരുന്തോറും എന്ത് കുറയാണ് നന്ദി കുറയാണ്. പഴയ കാലത്ത് ഓടിട്ട വീടിലും പുല്ല് മേഞ്ഞ വീടിലും ഖത്മു തീർത്തിരുന്ന ഖത്മിന്റെ എണ്ണം സൗകര്യ നിബിഡമായ വീടുകളിൽ ഇന്നില്ല. ഉണ്ടോ? ഇല്ല. അല്ലാഹു പറഞ്ഞത് എത്ര വാസ്തവം. വലഖദ് മക്കന്നാകും ഫിൽ അർദ് വജഅൽനാ ലക്കും ഫീഹാ മആയിഷ് ഖലീലൻ മാ തഷ്കുറൂൻ. ഭൂമിയിൽ ഒരുപാട് സംവിധാനങ്ങൾ നിങ്ങൾക്ക് നാം തന്നു. സൗകര്യങ്ങൾ മുമ്പ് കാണാത്ത എത്രയോ സൗകര്യങ്ങൾ. ഉമ്മമാരെ പഴയ കാലത്ത് സുബഹിന്റെ മുമ്പ് തന്നെ ഉമ്മമാരെ എഴുന്നേൽക്കും വെള്ളം കോരി പാത്രങ്ങളിൽ നടക്കാൻ. ഇന്നത് വേണ്ട സൗകര്യം എത്രയാണ് അല്ലാഹു തന്നത് സ്തുതിച്ചാൽ തീരൂല. ഇന്നൊന്ന് റുകൂഇലായിട്ട് നിന്നിട്ട് അരക്കുക പോലും വേണ്ട. ഒക്കെ ഖിയാമിലായിട്ടോ ജുലൂസിലായിട്ടോ നടക്കും. നടത്തത്തിൽ വരെ അടുക്കളയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള റിമോട്ടൊക്കെ വന്നുപോയി. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം സംവിധാനങ്ങളാണ്. ഒരു തള്ളക്കയിലും കൊട്ടക്കയിലും ചിന്നക്കയിലും വേണ്ട. അവിടെ അതാ മുഴക്കത്തിനനുസരിച്ച് എത്ര വിശിലാണ് പോയത് അതിന്റെ കണക്കനുസരിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. ഒക്കെ അടുക്കളയിലേക്ക് പോകുന്നതാകെ കുറഞ്ഞ നേരം മതി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. സൗകര്യങ്ങൾ എത്രയാണ് അല്ലാഹു വർദ്ധിപ്പിച്ചു തന്നത്. മൂക്കിന്റെ ഉള്ളിലേക്കും കണ്ണിന്റെ ഉള്ളിലേക്കും പുകപടലങ്ങൾ സൃഷ്ടിച്ചിട്ട് കാഴ്ച കുറഞ്ഞവരും എത്രയോ തുമ്മലും അലർജിയും ബാധിച്ച ഉമ്മാമമാരും ഒക്കെ ജീവിച്ചിരുന്ന കാലമുണ്ട്. ഇന്ന് സൗകര്യങ്ങൾ അല്ലാഹു എത്രയോ ഏറ്റിത്തന്നു. ഒരുപാട് ജീവിത മാർഗങ്ങൾ അല്ലാഹു ഏറെ തന്നില്ലേ. കഴിഞ്ഞ വർഷം ഇല്ലാത്ത ജീവിത മാർഗങ്ങൾ പുതിയ പദ്ധതി ഈ വർഷം വന്നു. ഇനി പുതിയ പദ്ധതികൾ അടുത്ത വർഷം വരും. ഇതൊക്കെ തന്നാലും ഖലീലൻ മാ തഷ്കുറൂൻ. നിങ്ങളിൽ നിന്ന് കിട്ടുന്ന നന്ദി അത് വളരെ തുച്ഛമാണ്. നന്ദി കുറയരുത്. അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നന്ദി കൂട്ടുകയാണ് വേണ്ടത്. അല്ലാഹു ഇതിന് തൗഫീഖ് നൽകട്ടെ. നല്ല സമയങ്ങളെ പരിഗണിക്കണം. അതിന് ഉത്തരം കിട്ടുന്ന ഒരു നേരല്ലേ ഈ പെരുന്നാളിന്റെ രാവ് കഴിഞ്ഞു പോയത്. നിങ്ങളെ കൂട്ടത്തിൽ കരഞ്ഞു തോരുന്ന ഒരാൾ ഒറ്റ ആളുമില്ല. പിന്നെ ആകെ രായൻകുട്ടി വലിയുല്ലാഹിന്റെ നേർച്ചയിൽ കാത്തിങ്ങനെ ഇരിക്കുക. ഇത്രയും ദ്വാരക്കാൻ ബഖീലന്മാരാ നമ്മള്. മരിച്ചു പോകണ്ടേ സഹോദരങ്ങളെ. ആ കിടക്കുന്ന പള്ളിക്കാട്ടിൽ നമ്മളെ കൂടെ വന്ന് കിടക്കാൻ ആരെങ്കിലും ഒരാളെ കൂടെ കിട്ടുമോ? ഖബറെങ്കിലും ചിന്തിച്ചൊന്ന് കരഞ്ഞൂടായിരുന്നില്ലേ പെരുന്നാളിന്റെ രാത്രി? അതെ, അന്ന് ഡ്രസ് എടുക്കണ തിരക്കിലായിരുന്നു അല്ലേ? അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന തിരക്കിലായിരുന്നു. മൈലാഞ്ചിന്റെ തിരക്കിൽ കുറച്ചേരം ഉണ്ടാവുള്ളൂ. ഇപ്പൊ 1 മിനിറ്റ് മതി തോന്നുന്നു. 6 സെക്കൻഡ്. മുമ്പൊക്കെ മുറ്റത്തെന്തോ ഒരു വര വരയ്ക്കുന്നത് അതേപോലെ ഇന്നത്ത് കിട്ടുമല്ലെന്ന് ഇരിക്കട്ടെ, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞു വന്നത് എത്ര സമയങ്ങൾ നമുക്ക് പോയി. ഈ 4 ദിവസങ്ങൾ ദുആഇന് ഇജാബത്തുള്ള 4 ദിവസം അറഫയും കൂട്ടി നോക്കുമ്പോ എത്ര? 5. ഒരിറ്റ് കണ്ണീര് ഒലിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാ നല്ലത്? അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബിലേക്ക് കരഞ്ഞുകൊണ്ട് കരം ഉയർത്തണം. പോയി കടക്കാനുള്ളത് ഖബറാണ്. അവസാനം ആഖിബത്ത് നന്നായി മരിച്ചു പോകണം. നിങ്ങൾ കണ്ടില്ലേ, ഇന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ, എത്ര സന്തോഷത്തോടെയാണ് ഒരു കുടുംബം സ്വന്തം മകൾക്ക് അലോട്ട്മെന്റിൽ ഈ സ്ഥാനം കിട്ടിയപ്പോ നല്ല ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി കുടുംബസമേതം യാത്ര പോയത്. എത്ര സന്തോഷത്തിലാണ്. അവസാനം അവർ എത്തിച്ചേർന്നത് മരണത്തിലാണ്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നാളെ പിറ്റേന്ന് ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണ്. ദുനിയാവിൽ ജീവിച്ചു, മരണം ഉജൂബാണ്.
മരണല്ലാതെ നമ്മളാരും ഇവിടുന്ന് പോകാൻ കഴിയില്ല. പക്ഷെ ആ മരണത്തിന്റെ നേരത്തെ ആഖിബത്ത് നന്നായി മരിക്കണ്ടേ. അതിന് പടച്ച റബ്ബിനോട് ചോദിക്കെങ്കിലും വേണ്ടേ ആഖിബത്ത് നന്നാകാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും കിട്ടി. 70 അംഗങ്ങളാകുന്ന കുടുംബങ്ങളൊക്കെ വന്ന് കൊട്ടാരത്തിൽ താമസിച്ചിട്ട് അതൊക്കെ കണ്ട് കൺകുളിർമയാർന്ന സമയത്തും കരഞ്ഞുകൊണ്ട് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബേ, നീ എനിക്ക് വലിയ അധികാരം ഈ ഭൂമി ലോകത്ത് തന്നു. നമുക്കാർക്കും അങ്ങനത്തെ ഒരു ഭരണം കിട്ടിയിട്ടില്ല സഹോദരങ്ങളെ. വലിയ ഭരണാധികാരം അല്ലാഹു നൽകിയത് 30 കൊല്ലത്തെ ജയിൽവാസത്തിന് ശേഷമല്ലേ? അതിനു മുമ്പ് ഒരു 10-25 കൊല്ലം കൊട്ടാരത്തിൽ തന്നെ നേരത്തെ താമസിച്ചിരുന്നു. 8 വർഷക്കാലം അടിമച്ചന്തയിൽ താമസിച്ചിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് രാജാധികാരം അല്ലാഹു നൽകിയപ്പോ എനിക്ക് നീ ഭരണാധികാരം തന്നില്ല. ഈ നാട്ടിൽ പലർക്കും ഇല്ലാത്തൊരു പ്രത്യേക ജ്ഞാനം, ജനങ്ങൾ കാണുന്ന ഏത് തരം സ്വപ്നങ്ങൾക്കും ശരിയായ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് എനിക്ക് നീ തന്ന് അനുഗ്രഹിച്ചല്ലോ അല്ലാ. പക്ഷേ ഈ സുഖങ്ങളൊന്നുമല്ല എന്റെ ഏറ്റവും വലിയ സുഖം. മുസ്ലിമായിട്ട് എന്നെ മരിപ്പിക്കണേ അല്ലാ. ഏറ്റവും അധികം പേടിക്കേണ്ടത് ആഖിബത്താണ് മുഅ്മിനീങ്ങളെ. അല്ലാഹു നമ്മളെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. മരിക്കുന്ന നേരത്ത് അല്ലാഹു കാമിലായ ഈമാൻ തരട്ടെ. എല്ലാവരും ആഖിബത്തിന് വേണ്ടി ദുആ ചെയ്യണം. സൂഉൽ ഖാത്തിമ പെരുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. മരിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ, നല്ല രൂപത്തിൽ സ്വാലിഹീങ്ങൾ മരിക്കും പോലെ എനിക്ക് നീ സ്ഥാനം തരണം. സ്വാലിഹീങ്ങൾ കിടക്കും പോലെ എനിക്ക് നീ കിടത്തം തരണം. യൂസുഫ് നബി അലൈഹിസ്സലാം വഫാത്തായത് എവിടെയാണ് സഹോദരങ്ങളെ? മിസ്റിലാണ്. നബി അലൈഹിസ്സലാം വഫാത്തായത് മിസ്റിലല്ല, ഇന്ന് നമ്മൾ കാണുന്ന ഫലസ്തീനിലാണ്. ഫലസ്തീനിലെ ജബൽ സൈത്തൂനിലാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഖബറുള്ളത്. യൂസുഫ് നബി അലൈഹിസ്സലാം വഫാത്താകുമ്പോ ഒരു വസിയ്യത്ത് എഴുതി വെച്ചിരുന്നു. എന്താണ് വസിയ്യത്ത്? പിൽക്കാലത്ത് മിസ്ർ ഭരിക്കുന്ന ഒരു നബി വരും. ആ നബി വരുമ്പോൾ മിസ്ർ വിട്ടു പോകുന്ന സമയത്ത് എന്റെ ശരീരം കൊണ്ടുപോയി എന്റെ ഉപ്പാന്റെ അടുത്ത് അടക്കം ചെയ്യാൻ പറയണേ. വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം പിന്നെ ആ മിസ്റിന്റെ വലിയ അധികാരിയായി വരുന്നതാരാണ്? കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം മിസ്ർ വന്ന് ഭരിക്കുമ്പോ നബിയായിട്ട് അവിടെ മിസ്റിൽ ഭരണം നടത്തിയിട്ട് മിസ്ർ വിട്ടിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഫലസ്തീനിലേക്ക് പോകാണെന്ന് പറഞ്ഞപ്പോ ഈ വസിയ്യത്ത് മൂസാ നബി അലൈഹിസ്സലാമിന് ജനങ്ങൾ കൈമാറിയിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ്. അന്ന് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, യൂസുഫ് നബിന്റെ ഖബർ എവിടെയെന്ന് എനിക്കറിയില്ലല്ലോ, ആ ഖബർ ആരെങ്കിലും കാണിച്ചു തരുമോ? വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു വസിയ്യത്താണ്. പക്ഷേ ആ ഖബർ അറിയുന്ന ഒറ്റ വല്യമ്മ മാത്രമേ അന്ന് ആ നാട്ടിലുള്ളൂ. ജനങ്ങൾ പറഞ്ഞു, ആ പ്രായമുള്ള ആൾക്കാർ, അറിവുള്ള ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ഒരു ഉമ്മാമ മാത്രം. മൂസാ നബി അലൈഹിസ്സലാം ആ ഉമ്മാമാനെ കൊണ്ടുവരാൻ വേണ്ടി വാഹനം കൊടുത്തു. മൂസാ നബിക്ക് മിസ്ർ വിട്ട് ഫലസ്തീനിലേക്ക് പോകണം, മസ്ജിദുൽ അഖ്സയിലേക്ക് പോകണം. പക്ഷെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഈ ഖബർ ശരീരം ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയി ബാപ്പാനെടുത്ത് മറവ് ചെയ്യാനാണ് വസിയ്യത്ത്. യൂസുഫ് നബി അലൈഹിസ്സലാം നേരത്തെ എഴുതി വെച്ച വസിയ്യത്താണ്. അപ്പൊ ആ വസിയ്യത്ത് പ്രകാരം ഈ ഖബർ എവിടെയെന്ന് അറിയണ്ടേ? അടയാളങ്ങളൊന്നും കാണാനില്ല. നൈലിന്റെ തീരത്ത് എവിടെയോ ആണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്.
ഈ വല്യമ്മ പ്രായം അങ്ങേയറ്റത്തെത്തിയിട്ടുണ്ട്. 200 വയസ്സിനോളം അടുത്തെത്തിയ വല്യമ്മ വന്നു യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ അറിയുമെന്ന് വെച്ചപ്പോ വല്യമ്മ പറഞ്ഞു അറിയും. ആ ഖബർ പറഞ്ഞു തരാൻ വേണ്ടി തന്നെ ആയിരിക്കും അള്ളാഹു എന്നെ ബാക്കി വെച്ചത് എന്ന് പറഞ്ഞത്. നിങ്ങൾ ആരാണ്? ഞാൻ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഖബറൊന്ന് കാണിച്ചു തരോ? കാണിച്ചു തരണമെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്. മൂസാ നബിയെ വെറുതെ കാണിച്ചു തരൂല. എന്താണ് ഉമ്മ നിങ്ങളെ ഡിമാൻഡ് ഷർത്ത് പറയൂ, ഞാനൊന്ന് കേൾക്കട്ടെ. നിങ്ങളുടെ ഒപ്പം സ്വർഗത്തിൽ കഴിയാനുള്ള ഒരു ഇരിപ്പിടം എനിക്ക് വേണം. അള്ളാഹുവിൽ നിന്നത് ചോദിച്ചു വാങ്ങിത്തരണേ. സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പോരെ ഉമ്മ? നിങ്ങൾക്ക് ഖബറിന്റെ സ്ഥലം കാണണോ? ഈ നാട്ടിൽ അത് അറിവുള്ള ഒരൊറ്റ പെണ്ണുമാ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരു സീറ്റ് എനിക്ക് വേണം. അള്ളാഹുവിനോട് ചോദിച്ച് നിങ്ങൾ വാങ്ങിത്തരുമോ? മൂസാ നബി അലൈഹിസ്സലാം 2 റക്അത്ത് നിസ്കരിച്ച് പടച്ച റബ്ബിനോട് ചോദിച്ചപ്പോ അല്ലാഹു വഹി അറിയിച്ചു, മൂസാ നബിയെ അങ്ങ് കൊടുത്തേക്കൂ, നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരു ഇരിപ്പിടം. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു അല്ലാഹു അങ്ങനെ അനുവാദം തന്നിട്ടുണ്ട്. നിങ്ങൾ എന്റെ കൂടെ സ്വർഗത്തിൽ വസിക്കാൻ ഭാഗ്യം കിട്ടിയ ഉമ്മയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഉമ്മ പറയുന്നു, പറഞ്ഞാ പോരാ, ഒരു കടലാസിൽ എഴുതി തരണേ. ആ കടലാസിൽ എഴുതി വാങ്ങിച്ചു. ആ കടലാസും കയ്യിൽ പിടിച്ചു ഉമ്മ പോകുമ്പോ മൂസാ നബി അലൈഹിസ്സലാം ആ വാഹനത്തിന്റെ മുന്നിലായി വാഹനം ഓടിച്ചു പോകുന്നു. ഉമ്മ ഒരു സ്ഥലത്തെത്തിയിട്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഖബറിന്റെ തലഭാഗവും കാൽഭാഗവും വരച്ച് കാണിച്ചു കൊടുക്കുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരം അവിടുന്ന് എടുത്തുകൊണ്ടുപോയി മിസ്രിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ഫലസ്തീനിൽ ഇന്ന് കാണുന്ന ജബൽ സൈത്തൂനിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ തൊട്ട് ഇപ്പുറത്തായി മൂസാ നബി അലൈഹിസ്സലാം അത് മറവ് ചെയ്തു പോയി. ആ ശരീരത്തിന് പരിക്ക് പറ്റിയിട്ടില്ല. അതിനാണ് നേരത്തെ ദുആ ചെയ്തത്, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. മുസ്ലിമായി മരിച്ചാൽ മാത്രം പോരാ, അല്ലാഹ് സാലിഹീങ്ങൾ പോയി കിടക്കും പോലെ കിടക്കണം. സാലിഹീങ്ങളെ ശരീരം എത്ര കാലം കഴിഞ്ഞാലും ചെതലരിക്കൂല, മണ്ണ് തിന്നൂല. ഉമ്മമാരെ, ധാരാളം ഖുർആൻ ഖത്മ് തീർത്ത മഹാനല്ലേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ മഹാനല്ലേ. എത്ര വലിയ ബഹുമാനമുള്ള മഹാനാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനല്ലേ ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ബുഖാരി ഇമാം തങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ എന്റെ ജീവിതകാലത്ത് എത്ര നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടോ, ഓരോ നിസ്കാരത്തിലും എന്റെ ഉസ്താദിന് ദുആ ചെയ്യാത്ത ഒരൊറ്റ നിസ്കാരവും ഞാൻ നിർവഹിച്ചിട്ടേയില്ല. അത്രയും വലിയ സ്ഥാനമുള്ള അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് 220 കൊല്ലം കഴിഞ്ഞിട്ട് മഹാനവറുകളുടെ ചാരത്ത് തന്റെ ബന്ധുവിനെ അടക്കം ചെയ്യാൻ വേണ്ടി ഒരു ഖബർ കുഴിച്ചപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ നിന്ന് ചുമരിങ്ങോട്ട് ഇടിഞ്ഞു വീണുപോയി. തൊഴിലാളികൾ കാണുന്നു, അന്ന് കൊണ്ടുപോയി വെച്ച കഫംകുട അങ്ങനെ തന്നെയുണ്ട്. അതേ അത്തറിന്റെ മണമുണ്ട്, പരുത്തി അങ്ങനെയുണ്ട്. ശരീരത്തിനൊരു പരിക്കും പറ്റിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, എന്തൊരു ബഹുമാനമാണ് അവർക്ക് അല്ലാഹു നൽകിയത്. ഖബറിലേക്കല്ലേ പോകാനുള്ളത്. നമ്മളെ ശരീരത്തിന് വല്ല പവറും ഉണ്ടോ? ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് അവർക്ക് നീ ചെല്ലുന്നതിൽ. മെത്തക്കു പകരം മണമാം സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുബ്ഹാന. ഒരുപാട്
ഒരുപാട് കാലം കഴിയേണ്ട ഖബറിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടോ? സുഹൃതങ്ങളായ സുഹൃതങ്ങളൊക്കെ പരിചയമുണ്ട്. ഏതെല്ലാം സുഹൃതങ്ങൾ കഴിയുന്നുണ്ടോ? ഒറ്റൊന്നും വിടാതെ സൂക്ഷ്മതയോടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമം നടത്തണം. ദീനിന് വേണ്ടി ഖിദ്മത്തെടുക്കുന്ന തിരക്ക് പിടിച്ച ഉലമാക്കൾ ഇന്നുമുണ്ട്. ഞാനൊന്ന് പറയട്ടെ, നമ്മുടെക്കാൾ അവർക്ക് തിരക്കുണ്ട്. സയ്യിദന്മാരുണ്ട്. ഒരു മാസമാകുമ്പോഴേക്ക് 5 ഖത്മ് തീർക്കുന്നവരുണ്ട്. പറയട്ടെ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, 2 മണിക്കൂർ മെസ്സേജ് വായിച്ചിട്ട് നിനക്ക് മടുപ്പില്ലല്ലോ? 1.5 മണിക്കൂർ സമയം ചാറ്റിംഗ് നടത്തിയിട്ട് നിനക്ക് മതിയായിട്ടില്ലല്ലോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമായ ഖുർആൻ 5 മിനിറ്റ് തുറന്നോതുമ്പോഴേക്ക് നിനക്ക് മടുപ്പ് വന്നുപോയി. നിന്റെ മനസ്സും ഖുർആനും തമ്മിൽ ബന്ധമേ ഇല്ല. ബന്ധം നന്നായി ഉണ്ടോ? എത്ര ഓതിയാലും മതിവരാത്ത ഒരു കിതാബ് ലോകത്തുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ കിതാബ് തന്നെ. എത്ര കേട്ടാലും ശ്രുതിമധുരം തീരാത്ത ഒരു ശബ്ദമുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആനിന്റെ ശബ്ദമാധുര്യം തന്നെ. അതിനോട് ഒക്കുന്ന സാമ്യമായ ഒരു ശബ്ദമാധുര്യം ലോകത്ത് അല്ലാഹു സംവിധാനിച്ചിട്ടേ ഇല്ല. ഇമാമുകളൊക്കെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി കണക്കാക്കിയത് പരിശുദ്ധ ഖുർആനാണ്. ഇമാമിങ്ങളിൽ ഒന്നാമത്തെ ഇമാമ്, സ്വഹാബിമാരെ കണ്ട് ജീവിച്ച ഇമാമ് ആരാണ്? ശാഫി ഇമാമ് തങ്ങൾ സ്വഹാബിമാരെ കണ്ടിട്ടില്ല. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ സ്വഹാബിമാരെ കണ്ടിട്ടില്ല. ഹിജ്റ 80 ജനിച്ച അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു 1-ാം നൂറ്റാണ്ടിൽ ജനിച്ച മഹാനാണ്. സ്വഹാബിമാരെ കണ്ട് ദീന് പകർത്തിയിട്ട് പഠിപ്പിച്ചു തന്ന മഹാനാണ്. ആ മഹാനുഭാവൻ വഫാത്താകുന്നത് സുജൂദിലാണ്. വഫാത്ത് നടക്കുന്നത് ജയിലിലാണ്. എന്തിനാണ് ജയിലിലെത്തിയതെന്നറിയോ? എന്തെങ്കിലും കുറ്റം ചെയ്തതിന്റെ പേരിലല്ല, കുറ്റം ആരോപിക്കപ്പെട്ടതിന്റെ പേരിലല്ല. ഭരണം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചപ്പോ ഭരണാധികാരികൾ ജയിലിലടച്ചതാ. ഇതൊരു ഭരണം കിട്ടുമ്പോഴേക്ക് ആടും പെണ്ണും എന്തൊരു തിരക്കാണ്. പത്രിക നൽകാൻ എന്തൊരു ഉഷാറാണ്. ചെറിയൊരു വാർഡിന്റെ ഭരണമാണെങ്കിലും ഉത്തരം പറയേണ്ടത് വാർഡിന്റെ മെമ്പർമാരെ പേരറിയില്ലേ? അവരുടെ പരാധീനത അറിയില്ലേ? അവകാശങ്ങൾ അറിയില്ലേ? എന്തെല്ലാം സാധിപ്പിച്ചു കൊടുത്തു? ഏതെല്ലാം വകുപ്പിൽ നിനക്ക് കിട്ടി? ഏതെല്ലാം നീ കൈമാറി? ചോദ്യങ്ങൾ തീർന്നിട്ടല്ലേ പാലം കടക്കാൻ കഴിയോ? ഭരണം എനിക്ക് വേണ്ട. എന്റെ ശരീരം ഇഞ്ചിഞ്ചായി നിങ്ങൾ മുറിച്ചാലും ഭരണം ഞാൻ ഏറ്റെടുക്കൂല. ചാട്ടവാറ് കൊണ്ട് ധാരാളം അടികിട്ടി 7 കൊല്ലം ജയിലിൽ വസിച്ചപ്പോഴും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ സ്വത്തായി കയ്യിൽ പിടിച്ചത് പരിശുദ്ധ ഖുർആനാണ്. മരണമാകുന്ന സമയം മഹാനവർകൾക്ക് ഒരു തിരിച്ചറിവ് കിട്ടിയപ്പോ ഒന്ന് കുളിച്ചിട്ട് വസ്ത്രം മാറ്റിയിട്ട് സുബ്ഹാനല്ലാഹ് നല്ല വസ്ത്രം ധരിച്ചിട്ട് നിസ്കാരത്തിലേക്ക് നിന്നു. സുജൂദിൽ നെറ്റി വെച്ചിട്ട് തല ഉയർത്താത്തത് കണ്ടപ്പോ ജയിൽ വാർഡന്മാരൊന്ന് പൊക്കി നോക്കുമ്പോഴേക്ക് മരണം നടന്നുപോയി. അല്ലാഹുവുമായി അടിമ സംബന്ധിക്കുന്നതിൽ ഏറ്റവും നല്ല അവസ്ഥയിലായിട്ട് അല്ലാഹുവിലേക്ക് നെറ്റി വെച്ചുകൊണ്ട് പരലോകത്തേക്ക് യാത്ര ചെയ്തു പോയി. ആ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സുജൂദിലായി നെറ്റി വെച്ച സ്ഥലത്ത് ഖത്മ് തീർത്ത ഖുർആനിന്റെ എണ്ണം ജയിലിൽ വെച്ച് തന്നെ 7000ആണ്. ആകെ കുറഞ്ഞ കൊല്ലമല്ലേ ജീവിച്ചത്? ഹിജ്റ 80 ജനിച്ച് 150 വഫാത്തായി. 70 കൊല്ലം ജീവിച്ച മഹാന് 40 കൊല്ലം ഇശാഇനെടുത്ത അതേ വുദൂ കൊണ്ടാണ് സുബ്ഹി നിസ്കരിച്ചത് കേട്ടോ. വഫാത്തായതിന്റെ പിറ്റേന്ന് അയൽപക്കത്തുള്ള ഒരു കുട്ടി ചോദിച്ചു ഉമ്മാനോട്, ഉമ്മാ, ആ അയൽപക്കത്തുള്ള
വീടിന്റെ നേരെ മേൽഭാഗത്ത് ഒരു തൂണ് കാണാറുണ്ടല്ലോ, ഒരു വെളുത്ത തൂണ്. എന്താണത് കാണാത്തത്? രാത്രിയിൽ പലപ്പോഴും ഞാനത് കണ്ടിട്ടുണ്ടല്ലോ. മോനെ, അത് തൂണല്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ സുബ്ഹി നിസ്കാരം നിസ്കരിച്ചിരുന്നത് ഇശാഇന്റെ അതേ വുളൂ കൊണ്ടാണ്. നിസ്കാരമാണ് 40 കൊല്ലം നടത്തിയത്. രാത്രി മുഴുവനും നിസ്കരിക്കാനുള്ള കാരണം, ഒരു വഴിയിലൂടെ പോകുമ്പോ ഒരാൾ മറ്റൊരാളോട് പറയുന്നു, പോകുന്ന ആള് രാത്രി മുഴുവനും ഹയാത്താക്കുന്ന ആളാണ്. പഠിച്ചോനെ, എന്നെ പറ്റി ആരാണ് അങ്ങനെ പറയുന്നത്? ഞാൻ അങ്ങനത്തെ ആളല്ലല്ലോ എന്നത് കാരണം മനസ്സിൽ വല്ലാത്ത ഖൗഫ് വന്നുപോയി. പിന്നെ അങ്ങനെ ഒരു ശ്രമം ജീവിതത്തിൽ അങ്ങ് നടത്തിപ്പോയി. അത് വഫാത്ത് വരെ തുടർന്നു പോയി. മോനെ, അതൊരു തൂണല്ല. അത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നിന്ന് നിസ്കരിച്ചിരുന്നതിന്റെ അടയാളം നമ്മളെ വീട്ടിലേക്ക് കണ്ടതാണ്. ജയിലിൽ കിടന്ന് നെറ്റിവെച്ച സ്ഥലത്ത് 7000 ഖത്മ് തീർത്തെങ്കിൽ എത്രമാത്രം വലിയ ഭാഗ്യം സിദ്ധിച്ച മഹാനാണ്. ഒന്ന് കൂട്ടി നോക്കൂ, ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് എത്ര സമയം അല്ലാഹു തന്നിട്ടുണ്ട്. നമ്മൾ തീർക്കുന്ന ഖത്മിന്റെ എണ്ണം എത്രയാണ്? ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ജീവിച്ചത് 54 വർഷമല്ലേ? കുറഞ്ഞ വർഷം നമ്മൾ ഒഴിവാക്കുക, ബാക്കിയുള്ള വർഷങ്ങൾ മൊത്തം കൂട്ടി നോക്കൂ. ഒരു വർഷത്തെ ഖത്മിന്റെ എണ്ണം തന്നെ 395 എണ്ണമാണ്. കണക്കിന് വേണ്ടി ഓതുന്നത് വേറെയാണ്. സുബ്ഹാനല്ലാഹ്. അതങ്ങനെ നമ്മളൊന്ന് കൂട്ടി നോക്കുമ്പോ ഒരു 1045 വർഷം കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കുമ്പോ 20,000-ത്തിലധികം വരുന്ന ഖത്മ് ശാഫി ഇമാം തങ്ങളെ അക്കൗണ്ടിലുണ്ട്. ഇമാമിങ്ങളായ ഇമാമിങ്ങൾ മുഴുവനും ആരുമായി നല്ല ബന്ധം പുലർത്തിയിട്ട് അവരെ ബർസഖിയായ ലോകത്തേക്ക് സമ്പാദ്യം വർദ്ധിച്ചപ്പോ റമളാനിൽ മാത്രം ചുരുങ്ങിപ്പോയി. ഒരു പണിയില്ലാത്ത ഒരാളോട് കഴിഞ്ഞ റമളാനിൽ എത്ര ഖത്മായി എന്ന് ചോദിക്കുമ്പോ, ഉസ്താദെ, നാളെ ഒരു റമളാൻ, നാളെ നോമ്പും കൂടി കിട്ടുകയാണെങ്കിൽ ഖത്മ് തീരുന്നു. ഒരു പണിയില്ല, ഒരു ശുഗലുമില്ല. അയാൾക്ക് എന്താ പണിയുള്ളത്? ഒരു പണിയില്ല, ഒരു ജോലിയില്ല, ഒന്നും. ജോലിക്കാരനെ ജോലിക്ക് പോകാണ്ടെങ്കിൽ ഒരു കാരണം പറയാം. ഉറങ്ങാ, എണീക്ക, തിന്ന, കൊണ്ട് ഉറങ്ങാ, എണീക്ക, നിസ്കരിക്കുന്ന ബാധ്യത തന്നെ. തറാവീഹ് നിസ്കരിക്കുക എല്ലാവരും നിസ്കരിക്കുന്നില്ല, സുന്നത്ത് നിസ്കരിക്കുക എല്ലാവരും സുന്നത്ത് നിസ്കരിക്കില്ല. ഖുർആൻ ഓതാൻ ഇത്രയധികം തോന്നുന്ന ടൈം കിട്ടിയിട്ട് അതുകൊണ്ട് സമയത്തിന്റെ ബഹുമാനം നമ്മൾ കണക്കിലെടുക്കണം. ആയുസ് വളരെ കുറഞ്ഞതാണ്. ഉള്ള ആയുസ് നമ്മൾ ലാഭമാക്കി തൗഫീഖ് നൽകട്ടെ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സമയം ലാഭിക്കണമെങ്കിൽ ഏറ്റവും നല്ലതാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ആവശ്യമില്ലാത്തത് ഒഴിവാക്കലാണ് ഇസ്ലാമിന്റെ ഏറ്റവും നല്ല സൗന്ദര്യം. വാട്സപ്പ് ഉപയോഗിക്കാൻ ആവശ്യമില്ലാത്ത ആൾക്കാർ ഉപയോഗിക്കണ്ട. പുതിയ വേളാണല്ലേ? എന്തിനാ വെറുതെ മാന്തി ചൊറിഞ്ഞിരിക്കുന്നത്? നാട് മുഴുവനുള്ള ആൾക്കാരൊക്കെ വാങ്ങിയിട്ട് ഏതെങ്കിലും മറ്റേ ഇതൊക്കെ പറഞ്ഞ് കേട്ട് സമയങ്ങളൊക്കെ നല്ല വെറുതെ പണി നോക്കില്ല. പേപ്പർ ഒന്ന് വെച്ചാൽ പുതിയ 4 വാർത്തയെങ്കിലും. എത്ര ആൾക്കാരാണ് മറിച്ച് തീരണ്ടേ. കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി ഒരാൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടു അയാൾ എത്ര സ്ഥലം ഇറങ്ങിയില്ല. ഇറങ്ങാനായി 2 ആൾക്കാർക്ക് കൂടി നോക്കി തീർക്കാണ്ട്. ബിസിനസ്മാൻ ഒന്നല്ല, സാധാരണക്കാർ. എന്താ സഹോദരങ്ങളെ കാര്യം? ഓരോരുത്തരോടും ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി മെസ്സേജ് വിട്ട് കുറെ സംസാരങ്ങൾ അധികരിപ്പിച്ച്, ദോഷങ്ങൾ അധികരിപ്പിച്ച്, ഗീബത്ത് അധികരിപ്പിച്ച്, നമീമത്ത് അധികരിപ്പിച്ച്, കളവ് അധികരിപ്പിച്ച് കിട്ടാനാ. ആവശ്യമില്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു പണിയും വേണം. നിങ്ങളെ പൊരയിലൊക്കെ കല്യാണങ്ങൾ നടക്കല്ലേ? പൊരയില് മുറ്റത്ത് ഈ കാണുന്ന പന്തലിന്റെ ഒരു പകുതി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ നടത്തിയാൽ മതി. അത് എടവണ്ണപ്പാറയിലേക്കോ കൊണ്ടോട്ടിയിലേക്കോ കീശേരിയിലേക്കോ ഓഡിറ്റോറിയത്തിലേക്കോ നമ്മളെ ഈമാനും ഇസ്ലാമും ഹയാവും ഒക്കെ തകർന്നു പോവുകയാണ്. തകർന്ന് തരിപ്പണായി പോകുക. നിങ്ങൾ ആരും കല്യാണം വിളിക്കുകയാണെങ്കിൽ ഓഡിറ്റോറിയത്തിലാന്ന് പറയുകയാണെങ്കിൽ ആദ്യം പറയണം, എനിക്കൊരു ഖൈറാണ്. ഞാൻ പൊതുവേ പോകാറില്ല.
അല്ല നിങ്ങൾ വിളിച്ചാലും വരൂല, ബുദ്ധിമുട്ടൊന്നും കരുതണ്ട, സന്തോഷത്തോടെ പറയും വരൂല. അങ്ങനെ ആണും പെണ്ണും ഇങ്ങനെ കശപിശ കൂടിയിട്ട് എന്തിനാപ്പ അവിടെ പോയി ചോറിച്ചാ നിൽക്കുന്നു? നിനക്കാ നല്ല അപ്പുറത്തുണ്ടാവും നല്ല ഹോട്ടൽ, ഒരു ബുദ്ധിമുട്ടില്ലാത്ത എന്തിനാപ്പ ഈ കൂടിക്കലർന്നിട്ടുള്ള ഈ ഭക്ഷണം? അല്ല നിങ്ങളെ നാട്ടിൽ നിങ്ങളെ പരിചയമുള്ള പെണ്ണുങ്ങളെല്ലാം അപ്പുറത്തിരിക്കണത് ആ മറ നീക്കിയിട്ട് ഓരോട് ഈ ഇടയിലുള്ള കസാര വന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ കാണുന്നില്ല പ്രശ്നം, ഞാൻ കണ്ണിമ്പിട്ടാണ് വേദറിനോളാം. എന്താ ഇപ്പൊ നടക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരാവശ്യമില്ലാത്ത ആള് എന്തെല്ലാം പരിപാടിയാണ് വളരെ ലളിതമായി നടത്തേണ്ട ഒരു ചടങ്ങ് എത്രയാ വികസിപ്പിക്കണം. ലളിതമായി നടത്തേണ്ട വലിയ പണക്കാരനായ സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ കല്യാണം കഴിഞ്ഞ് തന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നത്. നമ്മളെ നാട്ടിലാണെങ്കിൽ സബുൽ മുബിഖാത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് കളർ ഇങ്ങനെ കണ്ടപ്പോ ഒരു മഞ്ഞ കണ്ടപ്പോ പഴയ കാലത്ത് അത്തറിനൊക്കെ അങ്ങനെ ഉണ്ടാകും. ഓർമ്മല്ല പഴയ കാലത്ത് ഒരു ജന്നാത്തിൽ ഫിർദൗസൊക്കെ തേച്ചാല് 2 ആഴ്ച ഉണ്ടാവും. അങ്ങനെയാണ് മുമ്പത്തെ അത്തർ. ഇപ്പൊ അങ്ങനെയല്ല, ഒക്കെ ഒരു മാറ്റം. ഇപ്പൊ ഒക്കെ ഇതിനും ചെറിയ ഇങ്ങനെ പരിചയത്തിന് നല്ല മണം. അപ്പൊ ഈ വസ്ത്രത്തിൽ ഒരു മഞ്ഞ അങ്ങനെ കണ്ടപ്പോ എന്താ ഒരു മഞ്ഞളിപ്പ് വസ്ത്രത്തില്, ഇതൊരു പുതിയ വർത്തമാനം വല്ലതുണ്ടോന്ന് ചോദിച്ചപ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒന്നിങ്ങനെ നാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തസവ്വജ്ത, കല്യാണം എങ്ങാനും കഴിച്ചോ? കല്യാണം കഴിച്ചു. ബിക്റൻ സയ്യിബൻ, ബിക്റിനെയാണോ കല്യാണം കഴിച്ചത്, സയ്യിബിനെയാണോ, കന്യക സ്ത്രീയെയാണോ, അല്ല ഒരു വിധവയായ പെണ്ണിനെയാണോ കല്യാണം കഴിച്ചത്? മഹാനവർകൾ പറഞ്ഞു സയ്യിബൻ, ഒരു വിധവയായ പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്. കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങൾ ചോദിച്ചു വല്ല സദ്യയും കൊടുത്തോന്ന്. വലിയ പൈസക്കാരനായ സ്വഹാബിയാണ്. മദീനത്തെത്തുമ്പോ ഒരു ദിർഹം പോലും കയ്യിലില്ല. പിന്നെ കച്ചവടം ചെയ്തിട്ട് അല്ലാഹു തആല അങ്ങനെ സാമ്പത്തിക വർധനവ് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പ് തന്നെ മഹാനവറുകളുടെ ഗോഡൌണിലേക്ക് ഒട്ടകങ്ങളിൽ ചരക്ക് വന്നിരുന്നത് കാണാൻ വേണ്ടി ആൾക്കാർ നിൽക്കായിരുന്നു. നമുക്ക് കേരള യാത്ര പോകുമ്പോൾ നിൽക്കല്ലേ, അതേ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു 500-600 വാഹനങ്ങൾ ഉണ്ടാവും. അതിനെ കാണാൻ വാഹനങ്ങളിൽ ചരക്ക് വരുന്ന കാണാൻ നിൽക്കുമായിരുന്നു. അത്രയും അധികം സമ്പത്ത് കൊണ്ട് സമ്പന്നനായ സ്വഹാബിയ. ആ സ്വഹാബിയോട് തങ്ങൾ എങ്ങനെയാണ് സദ്യ കൊടുക്കാൻ പറയുന്നത്? ഒരാടിനെ അറുത്തിട്ടെങ്കിലും ഒരു സദ്യ ഉണ്ടായി കൊടുക്കും. ഒട്ടകന്ന് അറബി വാക്ക് പറയാൻ കിട്ടായിട്ട, പോത്ത് ബക്കറ് ജാമൂസ് എന്നുള്ള അറബിയ കിട്ടായിട്ട, ഒരാടിനർത്ഥ മൂറാക്ക് തകയോ അത്ര കൊടുത്താ പോരെ. എന്തിനാത് നമ്മളെ ആൾക്കാരെ സ്വഭാവം അവസ്ഥ. ബാക്കിയുള്ള പൈസക്ക് എത്ര പാവങ്ങളുണ്ട്, വീടില്ലാത്തവര്, എത്ര സാധുക്കളുണ്ട് രോഗികളായി കഴിയുന്നത്. നമ്മളെ കുടുംബത്തിൽ തന്നെ എത്ര അശരണരായ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ കൊടുത്തവർ ജീവിതം മെച്ചപ്പെടുത്താൻ, നമ്മളെ ആഖിറം റെഡിയാകാൻ, നമ്മളെ ഖബർ സന്തോഷത്തിലാകാൻ എത്ര ആവശ്യക്കാരുണ്ട്, സാധുക്കളുണ്ട്. ദീനിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എത്ര നാടുകളിലുണ്ട്. നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും, അതുപോലെ തന്നെ തമിഴ്നാടിന്റെ ഭാഗങ്ങളിലും, കർണാടകത്തിന്റെ ഒരു ഏരിയയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം കൊടുക്കാൻ തോന്നുന്ന ഏരിയയിൽ എവിടെ, മൊത്തം കൊടുക്കാൻ തോന്നുന്ന ഏരിയ ഉണ്ട്. അവർക്കോ കൊടുത്തൂടെ? മഹാന്മാരായ ഉസ്താദുമാർക്ക് കീഴിൽ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ മംഗലാപുരത്തിന്റെയും മറ്റും ഭാഗങ്ങളിലൊക്കെ ദീനീ ദഅവത്ത് നടത്തുന്ന ദാഴികൾക്ക് അവർക്കൊരു പിരിവുണ്ടായി കൊടുക്കാൻ വേണ്ടി മുമ്പ് ദുബൈയിൽ ഒരു വാദിന് വരുന്നു. അപ്പോഴാണ് അവിടുത്തെ ആൾക്കാർ അവസ്ഥ കേട്ടപ്പോ നമുക്ക് സങ്കടം കൊടുക്കും. പടച്ചോനെ, എത്രമാത്രം കഷ്ടപ്പാടിൽ അവർ ജീവിക്കുന്നു. അവരെ വീടുകൾക്കൊന്നും ചുമരില്ല. എന്താ ചുമര് നിറങ്ങള്? ചാക്ക് കൊണ്ട് മറച്ചതാണ് ചുമര്. അപ്പുറത്തൊരു 2 ചാക്ക്, ഇപ്പുറത്തൊരു 2 ചാക്ക്, ഇപ്പുറത്തൊരു പലക വെച്ച് 2 ചാക്ക് ഒരു ചുമരായി. ഇപ്പുറത്തിന് ചാക്കില്ലെങ്കിൽ നമ്മളെ ഈ കടലാസിന്റെ ബോർഡ്, ഈ പെട്ടില്ലേ, കടലാസ് പെട്ടി, അത് കഴിച്ചിട്ട് അതിങ്ങനെ മറച്ചു വെച്ചതാണ് വേറെ ചുമര്. അങ്ങനെ ജീവിക്കുന്ന എത്ര പാവങ്ങളുണ്ട്. അവർക്കാർക്കെങ്കിലും തുണയൊക്കെ ദീനിന്റെ ഹിദ്മത്തല്ലേ. എന്നും ട്രീറ്റ്മെന്റ് നടത്തി കടബാധ്യത വന്ന ആൾക്കാരുണ്ട്. ഒന്ന് കണ്ണീരൊപ്പിക്കൂടെ? അതിനൊക്കെയല്ലേ അല്ലാഹു തആല തന്നിരിക്കുന്നത്.
ഇതൊക്കെ ചെലവഴിക്കാനല്ലേ ഒരു കല്യാണത്തിന് പൊടി കുടിക്കുന്നത് എത്രയാണ് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കണം കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ കളറിനനുസരിച്ച് പതാകന്റെ കളറിനനുസരിച്ചുള്ള വെള്ളം ഇവിടെ ഉണ്ടോ? മുസീബത്തന്നെ. നമ്മളെ നാട്ടിലൊക്കെ പഴയ കാലത്ത് ഇപ്പോഴും ആകെ 2 ഐറ്റംസ്, മധുരം പറ്റുന്നവർക്കൊന്ന് പറ്റാത്തവർക്ക് 2 ടീമാണ് ആൾക്കാരുണ്ടാകല്ലേ. ഷുഗർ നേരത്തെ സ്റ്റോക്ക് വെച്ചവരും ഉണ്ടാവും, അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഡിഗ്രി ആണല്ലോ. മധുരം പറ്റുന്നവർക്കൊരു വെള്ളം പറ്റാത്തവർക്ക് വേറൊന്ന്, അത് മതിയില്ല, അത് പോരെ. എന്തിനാണ് ഏറെ ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടാത്ത നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം കൊടുക്കുന്ന വലിയ താല്പര്യമുള്ള തങ്ങൾ കല്യാണത്തിന് 3 ദിവസം ഭക്ഷണം ഉണ്ടാക്കിയ ഒരു സ്വഹാബി ഒരു ദിവസം വന്ന് വിളിച്ചപ്പോ തങ്ങൾ പറഞ്ഞു പോകുക എന്ന് പറഞ്ഞു. സ്വഹാബത്തിനെ കൂട്ടി ഭക്ഷണം കഴിച്ചു. രണ്ടാമത്തെ ദിവസം അതേ സ്വഹാബി വന്നിട്ട് നബിയെ ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോ തങ്ങൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു ആവശ്യമുള്ളൊരു പൊയ്ക്കോളി. 3-ാമത്തെ ദിവസം വന്ന് വിളിച്ചപ്പോ തങ്ങൾ പറഞ്ഞു ലോകമാന്യാണ്, ആരും പോകണ്ട. അങ്ങനെയാണ് നമ്മൾ നടത്തുന്നതിനെ പറ്റി മൊത്തം കല്യാണം ഒന്ന് കഴിഞ്ഞ നേരെ പിറ്റേന്ന് കല്യാണത്തിനേക്കാളും ചെലവിൽ സൽക്കാരം ഇവിടെ ഒന്ന് കഴിഞ്ഞു. നേരെ പിറ്റേന്ന് അതിനേക്കാളും വലിയ ചെലവിൽ ഇവിടെ എത്ര സർക്കാരിന് ചെലവ്? ഇവിടെ സർക്കാരിന് ചെലവ് 2.5 ലക്ഷം. ചെറിയൊരു അവസ്ഥ അപ്പുറത്ത് കിട്ടിയ പോലും എന്താക്കി ഒരു 4 ലക്ഷത്തിന്. ഞാൻ ചെറിയ ചെലവാ പറയുന്നത്. തലശ്ശേരി ഭാഗത്ത് കല്യാണ നിശ്ചയത്തിന് വേണ്ടി ഒരാൾക്ക് ചെലവാലോചിച്ച് നോക്കുമ്പോ ഞാൻ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഒരു മുസീബത്താണല്ലോ കേട്ടത്. എത്ര കല്യാണ നിശ്ചയത്തിന് ചെലവ്? 15 ലക്ഷം. 11 ഐറ്റംസ് വിഭവങ്ങളാണോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കൾ ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. 2 തരം ഭക്ഷണം, അത് മതി. 2 തരം ഭക്ഷണം. ബിരിയാണി പറ്റുന്നവർക്ക് അത്, പറ്റാത്തവർക്ക് വേറൊന്ന്, അല്ലേ? അത് മതി. എന്തിനാണ് ഏറെ? ബാക്കിയുള്ള പൈസ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വന്ന് കണ്ടോളി. പോലെ വകുപ്പ് പറഞ്ഞുതരാം. ഇഷ്ടംപോലെ വകുപ്പുണ്ട്. എത്ര സാധുക്കളുണ്ടെന്നാണ് ഇത് കുടിയും കഴിയുന്നത്. എത്ര പാവങ്ങളുണ്ട്. പാകത്തിനുള്ള വസ്ത്രം പോരെ. പഴയ കാലത്ത് നമ്മൾ വല്യമാരും കൂടെ താമസിക്കുമ്പോൾ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ എത്രയാണ്? ആകെ ഒരു 3-4 കൂട്ടല്ലേ. ഇപ്പൊ മാസത്തിന്റെ കണക്ക് എത്ര? 29-30 എത്ര? 30-31 അല്ലേ? 30-31 ഈ കണക്കിലാണ് ചെരുപ്പ് ആകെ 2 കൂട്ടുണ്ടായിരുന്നു. ഇപ്പോഴോ ഒരാൾക്ക് 10 ഐറ്റംസ് ജോഡി വസ്ത്രമാണെങ്കിൽ 10 ചെരുപ്പ്. നാളെ ഒരു വീട്ടിൽ പോയി നോക്കുമ്പോ ചെരുപ്പ് ഇങ്ങനെ നമ്മളെ പള്ളിയിലൊക്കെ ഇങ്ങനെ അട്ടിയട്ടിയായി ചെരുപ്പ് വെക്കുമ്പോ ചെരുപ്പ് നിറച്ചു വെച്ചു. അപ്പൊ ഞാൻ മൂപ്പരോട് നമുക്ക് അല്ലാഹു തആല നല്ല ബർക്കത്ത് നൽകിയിട്ടുണ്ടല്ലോ, ചെരുപ്പ് കണ്ടിട്ട് ഒരു 10 മക്കളെങ്ങാനും ഉണ്ടാകണം. അത് എനിക്കാകെ 2 കുട്ടികളെ. ഈ ചെരുപ്പക്കാരതാ അത് ഓര് തന്നെയാണ്. ഒരാൾക്ക് 5 ഒരാൾക്ക് 7 ചെരുപ്പാണ് പറഞ്ഞത്. നിങ്ങളിത് പുറത്ത് ലോകത്താന്ന് എഴുതണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ ഈ ജില്ലയിൽ തന്നെ സ്ഥലം ചോദിക്കരുത് മാത്രം. എന്തിനാണുള്ള ചെലവ്? മൊത്തം ചെലവ് ചെയ്ത് അതിന് കടം വന്നിട്ട് അതിന് വേറെ. എങ്ങനെ ഈ കടം വന്ന് കുറച്ചുകൂടി കഴിഞ്ഞ് നോക്കുമ്പോ ജപ്തി നോട്ടീസ് വേറെ വരുന്നതാ. അതൊക്കെ നോക്കുമ്പോ അവിടുന്ന് കടർത്ത് വന്നാണ് ഈ പണിക്കൊക്കെ. ഇത് ആവശ്യമില്ലാത്ത പണിയാണ്. ആവശ്യത്തിന് ഒരാള് വീട് കയറ്റുമ്പോ ഘട്ടമായിട്ട് വീട് കെട്ടിയാ പോലെ. നിങ്ങൾക്ക് എഞ്ചിനീയർക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ, മുപ്പർക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. മുപ്പർക്ക് അല്ലാത്തന്നെ ഫضل കൊടുത്തു. അപ്പൊ ഘട്ടമായിട്ട് കയറ്റിയാൽ മുപ്പർക്ക് ഘട്ടമായിട്ട് കയറ്റിയാൽ മതി പോരെ. പഴയ കാലത്ത് നോക്കിങ്ങള് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് വീട് കയറുന്നത്. പോയി നോക്കുമ്പോ അവിടെ ചെന്ന് നോക്കുമ്പോ അല്ലെങ്കിൽ വീട് കൂടലിന് വന്ന് വിളിച്ചു നോക്കുമ്പോ കടം വല്ലതും ഉണ്ട്. കടമൊന്നുമില്ല. ഒരു 4 ലക്ഷത്തിന്റെ ലോണേ ഉള്ളൂ, വേറൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാ പിന്നെ ഭാഷ മാറി.
അത് കടമെന്ന് മാത്രമല്ല അതിനെ പറ്റി പറയേണ്ടത്. എന്തിനാണ് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഉണ്ടാക്കിയ പോലെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. പഴയ കാലത്ത് വാപ്പാരെ കൂടെ താമസിക്കുമ്പോ ഒരു വീടിന് തറ കെട്ടിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് നമ്മളൊന്ന് പൊന്തിച്ച് ഒരു കാര്യങ്ങളൊക്കെ വെച്ച് വാർപ്പൊക്കെ ആക്കി അതൊന്ന് പൂർത്തീകരിക്കാം. ഒരു 4-5 മാസം കൂടെ അപ്പുറം പണിക്കെടുത്ത് കൂലിപ്പണിക്കെടുത്ത് കിട്ടി റെഡിയാക്കിയിട്ട് ആഹത്തോടെ കഴിഞ്ഞ കൂടെ കൂർമല്ലേ. അങ്ങനൊക്കെ പോരെ. എന്തിനാണ് ധൃതി കൂട്ടുന്നത്? ആഖിറത്തിലേക്കുള്ള വീട്ടിലേക്കുള്ള ഒരുക്കുന്നതിനെക്കാളും ധൃതിയാണ് ദുനിയാവിലേക്കുള്ള ഒരുക്കുന്നതിനും അനാവശ്യമായ മേഖലകളുടെ ധാരാളം പാകത്തിന് മതി. വീട് പുതിയത് എടുക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയട്ടെ പാകത്തിനുള്ള ലൈറ്റ് ഫിറ്റ് ചെയ്താൽ മതി. പള്ളി അങ്ങനെ തന്നെ പാകത്തിനുള്ള ലൈറ്റ് ഫിറ്റ് ചെയ്താൽ മതി. ഇപ്പോഴൊക്കെ ഏതോ ഉത്സവത്തിന് പോയ മാതിരിയാണ് പോയുള്ള ഒരു പരന്റെ പുറത്ത് എത്ര ലൈറ്റ് ഉണ്ടാവും? 50 നല്ല കുട്ടിയാ. 100 ഉണ്ട്. പുറത്തുള്ള തന്നെ 100 ഉള്ളിലുള്ള വേറെ ഉണ്ട്. എന്തിനാണ് അത്ര ആവശ്യം? പൊരന്റെ മേലെ സൗന്ദര്യത്തിന് ഒരു കുബ്ബുണ്ടാക്കിയിട്ട് സലാം പറഞ്ഞിട്ട് മടക്കാത്ത നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വഹാബി അസ്റിന് എന്നും തങ്ങളെ വന്ന് കാണുന്ന സ്വഹാബി ഒരു ദിവസം വന്ന് സലാം പറഞ്ഞു. നേരെ മുഖം കൊടുത്തു. അപ്പൊ മനസ്സിലാക്കണം, അങ്ങനെ ദൂർത്തടിക്കുന്ന ആൾക്കാരോട് അങ്ങനെ വന്ദം മതി. അതോ ഇന്ന് മനസ്സിലാക്കണം, ഞാൻ വേറെ ആയത്തോ നടക്കണ്ട. അമിത ചെലവ് ചെയ്യുന്ന ആൾക്കാരോട് അത്ര വന്ദം മതി എന്നതിന്റെ അർത്ഥം. പിന്നെയും സലാം പറഞ്ഞപ്പോ ഇങ്ങോട്ടും തിരിച്ചു. 2 സലാമും മടക്കിയില്ല. സങ്കടത്തോടെ പുറത്തിറങ്ങിയപ്പോ കൂട്ടുകാര് പറഞ്ഞു, ഇന്നലെ ഞങ്ങൾ മദീനയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഞങ്ങളെ വീട് കണ്ടിട്ട് ചോദിച്ചു, വീടിനെന്തിനാണ് കുബ്ബ? പള്ളിക്ക് കുബ്ബയുണ്ട്, അതൊരു അടയാളത്തിനാണ്. ഖുബറകൾക്ക് കുബ്ബയുണ്ട്, അതും അടയാളത്തിനാണ്. വീടിനെന്തിനാണ് കുബ്ബ? ആവശ്യമില്ലാത്തൊരു പണി. ഒരുപാട് പണിയുണ്ട് വീടിന്. ഞാനൊക്കെ കൂടി എണ്ണാൻ നേരല്ല. ഒരുപാട് പണിയുണ്ട്. ആവശ്യമില്ലാത്ത പണി. മുന്നിലും പിന്നിലും വടക്കിലും തെക്കിലും പിന്നെ പടിഞ്ഞാട്ടിലും ഒക്കെ സിറ്റൗട്ട് ഉണ്ട്. ഞാൻ വെറുതെ പറയുന്നല്ല. തീരണ്ട ആഗ്രഹം അതൊക്കെ നെഞ്ചിടിപ്പ് കാണുന്ന ആൾക്കാരെ മനസ്സിനെ നെഞ്ചിടിപ്പേ അത് കാണുമ്പോ ഉപ്പമാരെ ചെറുപ്പക്കാരെ അല്ലാഹു തആല ഹറാമാക്കിയത് ഒരു കയ്യിൽ സ്വർണ്ണാഭരണം ധരിക്കൽ ഹറാമാക്കിയതിന്റെ കാരണം എന്താ പറഞ്ഞാൽ പുരുഷന്മാര് കയ്യിൽ സ്വർണ്ണാഭരണം ഒരു സ്വർണ്ണമോതിരം കൂടി ധരിക്കൽ ഹറാമാക്കിയതിന്റെ കാരണം എന്താ? ലിൻകിസാരി ഖുലൂബിൽ ഫുഖറാ. സാധുക്കളുടെ മനസ്സ് തകർന്നു പോകും. ഇത് കണ്ടാ തകരൂലേ? ഒരു ചെറിയ 1.5 ലക്ഷത്തിന്റെ വീട് പോലും എടുക്കാൻ കഴിവില്ലാത്തവന് മനസ്സിൽ പൊട്ടൂലേ? ഒരു മോതിരത്തിനും സ്വർണത്തിനും മാത്രമേ ഉള്ളത്. ഒരു കുബ്ബ കണ്ടിട്ടാണ് സലാം മടക്കാത്തതെന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബി പറഞ്ഞു, നിന്റെ പൊരന്റെ കുബ്ബയാണോ? ഞാൻ വെറുതെ ഒരു അലങ്കാരത്തിന് ഉണ്ടാക്കിയതാണ്. അപ്പൊ തന്നെ പോയി പൊളിച്ചു തകർത്ത് തരിപ്പണാക്കി വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാനത് പൊളിച്ചിട്ടുണ്ട്, അറിവില്ലാതെ ചെയ്തു പോയതാണ് നബിയെ, എന്റെ സലാം മടക്കണം. സലാം പറഞ്ഞു. അപ്പൊ സലാം മടക്കിയത് സയ്യിദുനാ റസൂലുള്ളാഹി. അത്രത്തോളം ആവശ്യമില്ലാത്ത സംഗതികളോട് പുറംതിരിഞ്ഞ് എന്ന് ഇസ്ലാമിന്റെ സൗന്ദര്യം പഠിപ്പിച്ച നേതാവാണ് നമ്മുടെ നേതാവ്. അത് മറക്കരുത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ സൗന്ദര്യം ഡ്രസ്സല്ല സഹോദരങ്ങളെ, ഡ്രസ്സിന്റെ മേലുള്ള കൂട്ടുമല്ല. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ആവശ്യമില്ലാതെ ഒഴിവാക്കുക. അതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. അതാണ് സ്വീകരിക്കേണ്ടത്. അത് സ്വന്തത്തിലും വീട്ടിലും കുടുംബങ്ങളിലും ഒക്കെ അങ്ങനെ തന്നെ. ഒരു മോതിരല്ലേ പുരുഷന് സുന്നത്ത് അല്ലേ? രണ്ടാമത്തെ ധരിക്കൽ എന്താണ്? കറാഹത്ത്. ആവശ്യമുണ്ടോ? അപ്പൊ ഒരാൾ പറയണം, ഒന്നും അമ്പർത്താണ്, അതിന് ഒന്നൊരു ദിവസം മറ്റേതൊരു ദിവസം ഇട്ടാ പോരെ. നാളുണ്ട് ഒരാളെ കയ്യിൽ ഒരു മോതിരം, ഇവിടെ ഒരു മോതിരം, ഇപ്പുറത്ത് 2 മോതിരം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ സുഖല്ലായ്മ ഉണ്ടോ? അന്തസ്തങ്ങൾ അങ്ങനെ ചോദിക്കുന്നു, സുഖല്ലായ്മ ഉണ്ടോ? അല്ല, സാധാരണ ഒരു കയ്യിലൊക്കെ ഒരു മോതിരക്കല്ലേ സുന്നത്തുള്ളൂ. നിങ്ങളത് ഒരു കൈമ തന്നെ 2 എണ്ണം, മറ്റേ കൈമല്ല 2 എണ്ണം. എന്താ പരിപാടി? അപ്പൊ അയാൾ എണ്ണാണ്. പരിപാടിത്താണ് മുട്ടുപേട്ട നാഗൂരുത് വേറെന്തോ പേരും കൂടി പറഞ്ഞു. എന്ത് പറയാനാണ്? മാറി ധരിച്ചാ പോരെ. അങ്ങനെ വർക്കത്തിന് കൊണ്ടിരുന്ന ആളാണെങ്കിലും ധരിക്കൽ എന്തേ സുന്നത്തുള്ളൂ. അതും വില കുറയണം. വിലന്റെ കറക്റ്റ് കണക്കോ കിതാബില് പറഞ്ഞു. ഏറാൻ പാടില്ല. 500 ദിർഹമിനേക്കാളും ഏറാൻ പാടില്ല മോതിരം.
1000 ദിർഹമിന്റെ ഒരു മോതിരം വാങ്ങി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മദീനയുടെ ഒരു ചെറിയ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഏൽപ്പിച്ചപ്പോ അബ്ദുൽ മലിക് എന്ന മകൻ ഭരണ കസേരയിൽ ഇരുന്നിട്ട് പൊതുഖജനാവിൽ നിന്ന് സ്വത്തെടുത്തിട്ട് 1000 ദിർഹമിന്റെ വെള്ളി മോതിരം ബാപ്പ കത്തെഴുതി മോനോട്, മോനെ നിനക്ക് ഞാൻ ഒരു ഭരണം ഏൽപ്പിച്ചത് സുഖിക്കാനല്ല, നിന്റെ കയ്യിലുള്ള മോതിരം അഴിച്ചു വിറ്റ് 1000 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. പകരം നീ ഒരു ഇരുമ്പിന്റെ മോതിരം ധരിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ചെമ്പിന്റെ മോതിരം ധരിച്ചാൽ മതി. അതിന്റെ മേലെ നീ കൊത്തി വെക്കണം, എഴുതി വെക്കണം, സ്വന്തത്തിന്റെ മൂല്യം മനസ്സിലാക്കി ജീവിക്കുന്ന മനുഷ്യന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നൊരു മുദ്രാവാക്യം എഴുതി വെച്ച് അതാ പഠിപ്പിച്ചത്. നമ്മളെ ശരിക്കും ശ്രദ്ധിക്കണം. ഒക്കെ ആവശ്യത്തിന് പാകത്തിനും ഏറുണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് കൊടുക്കുക. അങ്ങനെയല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? ഏറുള്ളതുണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് കൊടുക്കുക. അങ്ങനെയാണ് ജീവിതം കാണുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മളെ സദസ്സ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും അനുസരിച്ച് ബഹുമാനിക്കേണ്ട തലങ്ങളൊന്നും കൈവിടാതെ നല്ല ബഹുമാനം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കണം. ബഹുമാനം കൊണ്ട് വലിയ മഹത്വം കിട്ടിയ മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ചെറിയ മഹത്വം നല്ല കിട്ടിയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ച ബഹുമാനം നോക്ക് നിങ്ങൾ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോതിരം അഴിച്ചു കൊടുത്തു സിദ്ദീഖ് തങ്ങൾ. ഈ മോതിരത്തുമേലാണ് തങ്ങളുടെ സീലുള്ളത്. ആ സീല് വെക്കാൻ ഈ മോതിരത്തിന്റെ മേലൊരു ചെറിയ എഴുത്തുണ്ട്, അല്ലാഹു എന്ന എഴുത്ത്. അത് അല്പം ഇങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട്. അതൊരു കൊത്തുപണിക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് ആ വരി ഒന്നുകൂടി നന്നാക്കി ഭദ്രമാക്കി കൊത്തിക്കൊണ്ടുവരാൻ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്തപ്പോ സിദ്ദീഖ് റളിയല്ലാഹു കാണിച്ച ബഹുമാനം കൊണ്ട് അല്ലാഹു നൽകിയ സ്ഥാനമാണ് നമ്മൾ പഠിക്കേണ്ടത്. സിദ്ദീഖ് തങ്ങൾ മോതിരം കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, മുകളിൽ അല്ലാഹു എന്ന് എഴുതണം. നേരെ താഴെ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരും എഴുതണം. അത് രണ്ടും കൊത്തിവെക്കാൻ പറഞ്ഞു. അല്ലാഹു എന്നതും മുഹമ്മദ് എന്നതും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ മോതിരം കൊണ്ടുവന്ന് കൊടുത്തപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിട്ട് ചോദിച്ചു, മാ ഹാദിഹി സവാഇദ്, സിദ്ദീഖ് തങ്ങളെ കുറെ ഏറെ എഴുതിയിട്ടുണ്ടല്ലോ, എന്താണിത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, തങ്ങളെ പേര് അല്ലാഹുവിന്റെ പേരിൽ നിന്ന് വിട്ടു നിർത്തപ്പെട്ട ഒരു സ്ഥലവും ഞാൻ കണ്ടിട്ടില്ല. തങ്ങളല്ലേ ഞങ്ങൾക്ക് പഠിപ്പിച്ചത് അർശിന്റെ മുകളിൽ അല്ലാഹു കൊത്തിവെച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മിനോടൊപ്പം നേരെ അപ്പുറത്ത് ചേർത്ത് എഴുതി വെച്ചിരിക്കുന്നത് മുഹമ്മദ് എന്ന പേരാണെന്ന് തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചില്ലേ? വാങ്ക് കൊടുക്കുമ്പോഴും അല്ലാഹുവിന്റെ പേര് ഉച്ചരിക്കുമ്പോ തൊട്ടിപ്പുറത്ത് തങ്ങളെ പേരുണ്ടല്ലോ. ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ചൊല്ലിയാൽ വരാൻ കഴിയില്ലല്ലോ. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് സാക്ഷ്യം വഹിക്കണ്ടേ? തഹിയ്യാത്തിൽ ഒരാൾ തഹിയ്യാത്ത് ഓതുമ്പോ അല്ലാഹുവിനുള്ള അഭിവാദ്യം മാത്രം കൊണ്ട് നിസ്കാരം ശരിയാകൂലല്ലോ. തങ്ങൾക്കും സലാം പറഞ്ഞെങ്കിലല്ലേ നിസ്കാരം ശരിയാകൂ. ഏത് സ്ഥലങ്ങളിലും അല്ലാഹുവിനെ പറയുന്ന ഇടത്തൊക്കെ തങ്ങളെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മോതിരത്തിലും ആ സ്വഭാവം ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് ഞാനത് കൊത്തിവെക്കാൻ പറഞ്ഞു നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, അത് മാത്രമല്ലല്ലോ, മൂന്നാമത്തൊരു വരിയും കൂടി കാണുന്നുണ്ടല്ലോ, അബൂബക്കറിൻ എന്നൊരു വരി കൂടി ഉണ്ടല്ലോ. എനിക്കറിയില്ല നബിയേ, ഞാനത് കൊത്തിവെക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞത്, നബിയേ, അത് അല്ലാഹുവിന്റെ സ്പെഷ്യൽ ഓർഡർ ആണ്. അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മിനോടൊപ്പം തങ്ങളെ പേരും ചേർക്കണമെന്ന് സിദ്ദീഖ് തങ്ങൾ ആഗ്രഹിച്ചപ്പോ അല്ലാഹു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജിബ്രീൽ, അതിന്റെ നേരെ താഴെ സിദ്ദീഖ് തങ്ങളെ പേരും എഴുതി വെക്കൂ. അത് എഴുതിയത് ഞാനാണ് നബിയേ. സ്ഥാനമല്ലേ അല്ലാഹു നൽകിയത്, വലിയ ബഹുമാനമല്ലേ അല്ലാഹു നൽകിയത്, ചെറിയൊരു സ്ഥാനമല്ലല്ലോ. അതുകൊണ്ട് ബഹുമാനത്തിന്റെ തലങ്ങളിൽ ഒന്നും വിടാതെ ആ രൂപത്തിലുള്ള തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നേറണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ഖൈറും ബറക്കത്തും ഏറ്റി തരട്ടെ.